Okay, so we can start today's session. സോ നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ഗ്രോത്ത് മോഡൽസ് ആണ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ നമുക്ക് ആകെ മാക്സിമം ഒരു ക്ലാസ് മാത്രമേ ഇതിന് ആവശ്യം ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. നമ്മുടെ സിലബസിലാകെ 2 തിയറീസ് മാത്രമേ ഉള്ളൂ. ഒന്ന് ഹാരോഡ് ഡോമർ മോഡലും, രണ്ട് സോളോ ഗ്രോത്ത് മോഡലുമാണ് നമുക്കുള്ളത്. ഈ ഒരു സിലബസിൽ നമുക്ക് അത്രേ പഠിക്കാനുള്ളൂ, നമ്മുടെ CUET PG സിലബസിൽ. ഓക്കെ, സോ നിങ്ങളിത് ഓൾറെഡി UGക്ക് പഠിച്ചിട്ടുണ്ടോ? നൈമ, ഫെബിന, നിങ്ങളുടെ സിലബസിലുണ്ടോ ഹാരോ ഡോമർ മോഡലും സോളോ ഗ്രോത്ത് മോഡലും? ഇപ്പൊ ഉണ്ട്. ഇപ്പൊ ഒന്ന് പഠിപ്പിച്ചിട്ടുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. സോ നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല, മറിച്ച് ആ, വളരെ സിമ്പിളായിട്ടൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം എന്താണ് ഹാരോ ഡോമർ മോഡൽ, അതിൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്താണ്, എന്താണ് സോളോ മോഡൽ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇത് മാത്രം നമുക്ക് നോക്കിയാൽ മതി. സോ വി ക്യാൻ മൂവ് ടു ദ സെഷൻ. ആദ്യം നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്. ജസ്റ്റ് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ എന്താണ് ഗ്രോത്തും എന്താണ് ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത്? നമ്മളെപ്പോഴും പറയും, നമ്മൾ നോർമലി രണ്ടും ഒരുപോലെയാണ് യൂസ് ചെയ്യുക, ഒരേ മീനിങ്ങിലാണ് യൂസ് ചെയ്യുക എന്നുണ്ടെങ്കിലും ദർ ഈസ് സം ഡിഫറൻസ് ബിറ്റ്വീൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്. ഫെബിന? നൈമ, എനി ഐഡിയ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്? ഗ്രോത്ത് ഉണ്ടാവുമ്പോ ഡെവലപ്മെന്റ് ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഡെവലപ്മെന്റ് രണ്ടും ഓക്കെ ഓക്കെ, അങ്ങനല്ലേ? അതർ ദെൻ ദാറ്റ് ഒരു സ്പെസിഫിക് പോയിന്റ് ഉണ്ട്, ഡെവലപ്മെന്റും ഗ്രോത്തും ഡിഫറെന്റ് ആവുന്ന. ഡെവലപ്മെന്റ് ലോങ് ടേം ആണ്, ഗ്രോത്ത് ഷോർട്ട് ടേം. ഓക്കെ, അത് തെറ്റാണ്, എന്നാലും ഓക്കെ. പക്ഷെ എന്നാലും ഒരു കറക്റ്റ് ഒരു ഡിഫറൻസിയേഷൻ ഉണ്ട്. ഇസാന? ഗ്രോത്ത് എന്ന് വരുമ്പോ ലൈക് ഫിസിക്കലി വരുന്ന മാറ്റാണോ? അപ്പോൾ ഡെവലപ്മെന്റോ? ഫിസിക്കൽ ചേഞ്ച് ആണോ? ഡെവലപ്പ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോ ഫങ്ഷണലി അങ്ങനെയാണ് എന്റെ ഒരു കേട്ടോ. കറക്റ്റ് അറിയില്ല. അതായത് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ്മെന്റ് ഇൻ മോണിറ്ററിസ്റ്റിക് ടേം ആണ്. അതായത് നമ്മുടെ GDP ഇമ്പ്രൂവ് ആവുന്നത്, നമ്മുടെ GNP, അതായത് നാഷണൽ ഇൻകത്തിൽ വരുന്ന ഒരു ഇക്കണോമിക് ഇമ്പ്രൂവ്മെൻ്റ് ആണ് എന്ത് എപ്പോഴും ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ, എക്കണോമിക്സിൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അതർ സൈഡിൽ ഗ്രോത്ത് പ്ലസ് സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ്. അതായത് അവിടെ മോണിറ്ററിസ്റ്റിക് ഡെവലപ്മെന്റ് ഉണ്ടാവും, GDP ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടാവും, നാഷണൽ ഇൻകം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടാവും. അറ്റ് ദ സെയിം ടൈം അവിടെ എന്തുണ്ടാവും, സ്ട്രക്ചറലായ ചേഞ്ചസ് ഉണ്ടാവും, എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടാവും, ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടാവും, ഇനീക്വാളിറ്റി റെഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, ആളുകളുടെ വാക്സിനേഷൻ കൂടുന്നുണ്ടാവും, സോഷ്യൽ ഇനീക്വാളിറ്റീസ് ആണ്, മെയിൽ ഫീമെയിൽ ഇനീക്വാളിറ്റീസ് കുറയുന്നുണ്ടാവും. ഇങ്ങനെ സ്ട്രക്ചറലി ചേഞ്ചസ് വരുന്നതാണ് എന്ത് നമ്മൾ സിമ്പിളായിട്ട് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുക. അതല്ല GDP പോലെയുള്ള നാഷണൽ ഇൻകത്തിൽ മാത്രം വരുന്ന ചേഞ്ചസ് ആണെന്ത് നമ്മൾ ഗ്രോത്ത് എന്ന് പറയാം. ഓക്കെ, അതായത് ഇൻക്രീസ് ഇൻ കൺട്രീസ് ഔട്ട്പുട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, വിച്ച് മീൻസ് GDPയിൽ വരുന്ന ചേഞ്ചസ് ആണെന്ത് നമ്മൾ പൊതുവേ, അതായത് നമ്മൾ GDP മോണിറ്ററിസ്റ്റിക് ടേം മണി ടേമിൽ നമുക്ക് വരുന്ന ചേഞ്ചസ് ആണെന്ത് നമ്മൾ ഈ പറയുന്ന ഇക്കണോമിക് ഗ്രോത്ത്. പക്ഷെ ഇക്കണോമിക് ഡെവലപ്മെന്റ് ആണെങ്കിലോ സ്ട്രക്ചറൽ ആയിട്ടുള്ള സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടാവും. അതായത് ഏതൊക്കെ ഉണ്ടാവും? ആളുകളുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഇമ്പ്രൂവ് ചെയ്യും, ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും, എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യും, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇൻക്രീസ് ഇൻ ഇൻകം? ഇൻകം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ട് നമ്മൾ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. അത് ഇൻക്രീസ് ഇൻ ഇൻകം എന്ന് പറഞ്ഞാലോ, ഇപ്പോൾ ഒരു നാട്ടിൽ ഒരു പൈസക്കാരനായിട്ടുള്ള ഒരാളുടെ ഇൻകം ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻക്രീസ് ഇൻ ഇൻകം ആണ്. പക്ഷെ അതെന്തല്ല, ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന മാറ്റമല്ല. അപ്പോൾ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? GDP അല്ലെങ്കിൽ നാഷണൽ ഇൻകം, NI അല്ലെങ്കിൽ മണി ടേമിൽ നമുക്ക് ചേഞ്ചസ് വരുന്നതാണ് ഗ്രോത്ത്. പക്ഷേ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാലോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും ഹെൽത്തും എഡ്യൂക്കേഷനിലും ഒക്കെ മാറ്റം വരുന്നതാണ്. നമ്മൾ ഗ്രോത്തിനെ മെഷർ ചെയ്യൽ, നമുക്ക് ആ ഒരു മെഷർമെൻറ്റ് ഏരിയയിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഡിഫറൻസിയേഷൻ മനസ്സിലാവും. ഇത് നിങ്ങളുടെ CUET ഉള്ളതല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറയാമെന്നേ ഉള്ളൂ, നിങ്ങൾക്കൊരു ഓവറൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ ഗ്രോത്തിനെ മെഷർ ചെയ്യൽ GDP, GNP, പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ വെച്ചിട്ടാണ്. ഓക്കെ, വാട്ട് ഈസ് പെർ ക്യാപിറ്റ ഇൻകം? എന്താ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ? ഒരാൾക്ക് കിട്ടുന്ന ഇൻകം, ഒരാൾക്ക് കിട്ടുന്ന ഇൻകം ആണോ? ഒരു ഇക്വേഷൻ രൂപത്തിൽ പറയാൻ ആവറേജ് പറ്റുമോ? ഇൻകം.
ആവറേജ് ഇൻകം, അതൊരു കൺട്രിയുടെ ആവറേജ് ഇൻകം ആണ് എന്ത് പെർ ക്യാപിറ്റ ഇൻകം. അതായത് ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ, ഇത് NI ആണ് കേട്ടോ, നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പോപ്പുലേഷൻ. ഈ ടോട്ടൽ പോപ്പുലേഷൻ ആണെന്ത് നമ്മൾ പെർ ക്യാപിറ്റ ഇൻകം കണ്ടെത്താൻ യൂസ് സാറേ, ചെയ്യും. അല്ല പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുമ്പോ ഒരാള് ഒരു വർഷം ആവറേജ് കിട്ടുന്ന ഇൻകം അങ്ങനെയല്ലേ? അല്ല, പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ പെർ ക്യാപിറ്റയാണ്. അതായത് ഒരു കൺട്രിയുടെ മൊത്തം GDP എടുക്കുക. ഇപ്പോൾ ഇന്ത്യയുടെ ടോട്ടൽ GDP, ഒരു രാജ്യം, ഇന്ത്യ എടുക്കേണ്ട ഒരു രാജ്യം, ആ രാജ്യത്ത് ടോട്ടൽ 1000 ആളുകളാണുള്ളത്. 1000 ആളുകളുണ്ട്. 1000 ആൾ, ടോട്ടൽ പോപ്പുലേഷൻ 1000 ആളുകളുള്ളത്. ആ രാജ്യത്ത് മൊത്തം കിട്ടുന്ന ഇൻകം, ഓരോരുത്തരുടെയും ഇൻകം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടുന്ന GDP ആണെന്ത്, അല്ലെങ്കിൽ GNP NI എന്തോ ആയിക്കൊള്ളട്ടെ, അതാണെന്ത് 1,00,000 രൂപ. ടോട്ടൽ ആ രാജ്യത്ത് 1,00,000 രൂപയാണ് ആളുകൾക്ക് മൊത്തം കിട്ടുന്നത്. ഇങ്ങനെ നാഷണൽ ഇൻകം നമ്മൾ ഇങ്ങനെയാണ് കണ്ടെത്തുക. പെർ ക്യാപിറ്റ ഇൻകം നമ്മൾ ഇങ്ങനെയാണ് കണ്ടെത്തുക. ടോട്ടൽ ഇൻകം, ആ കൺട്രിയുടെ ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ GDP വാട്ടെവർ ടോട്ടൽ ആയിട്ടുള്ള കണക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പോപ്പുലേഷൻ. ഇതാണ് എന്ത് പെർ ക്യാപിറ്റ ഇൻകം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആവറേജ് ഇൻകം എന്നൊക്കെ പറയാൻ പറ്റും. കാരണം എന്താണ് ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, മീൻ അല്ലെങ്കിൽ ആവറേജ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ, ആവറേജിന്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതല്, സിഗ്മ x/n അല്ലേ. ഈ x ആണെന്ത്, സിഗ്മ x ആണെന്ത് ഇവിടുത്തെ ടോട്ടൽ GDP, n ആണെന്ത് നമ്പർ ഓഫ് പോപ്പുലേഷൻ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ആവറേജ് ഇൻകം ആണ് ഈ പറയുന്ന പെർ ക്യാപിറ്റ എന്ന് പറയുന്നത്. ആക്ച്വലി പെർ ക്യാപിറ്റ എന്ന് പറഞ്ഞാൽ അത് ടോട്ടൽ GDP അല്ലെങ്കിൽ GNP എന്തോ ആയിക്കൊള്ളട്ടെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പോപ്പുലേഷൻ, എത്ര ജനങ്ങളാണ് ഉള്ളത് അത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, പെർ ക്യാപിറ്റ ഇൻകം കിട്ടുക. അപ്പോൾ ഇത് വെച്ചിട്ടാണ് GDP GNP പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇക്കണോമിക് ഗ്രോത്തിനെ മെഷർ ചെയ്യുക. പക്ഷേ അതേസമയം നമ്മൾ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് നമ്മൾ മെഷർ ചെയ്യൽ എങ്ങനെയാണ്, HDI ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ലിറ്ററസി റേറ്റ്, ലൈഫ് എക്സ്പെക്ടൻസി, പോവേർട്ടി റേറ്റ്, അതായത് ഒന്നും കൂടി സോഷ്യൽ ആയിട്ടുള്ള കേസസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡെവലപ്മെൻറ്റ്, ഒരു കൺട്രി ഡെവലപ്ഡ് ആണോ ഒരു കൺട്രി ഡെവലപ്പിംഗ് ആണോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയാം. അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള നേച്ചറിലാണ് ഗ്രോത്ത് ഫോക്കസ് ചെയ്യുക, അതായത് മോർ പ്രൊഡക്ഷൻ, മോർ ഇൻകം എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്തായിരിക്കും, അതൊരു ക്വാളിറ്റേറ്റീവ് കോൺസെപ്റ്റ് ആയിരിക്കും. അതിലും ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ടാവും, കാരണം ഗ്രോത്ത് ഈസ് ആൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ ഡെവലപ്മെൻറ്റ് പ്രോസസ്. പക്ഷേ നമ്മൾ ബെറ്റർ ക്വാളിറ്റി, സോഷ്യൽ വെൽബീയിങ്, ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ഇനി സ്കോപ്പ്, ഇക്കണോമിക് ഗ്രോത്ത് മോസ്റ്റ് ഓഫ് ദ കേസ് നേരത്തെ ഫെബിന പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് ടേമോ മീഡിയം ടേമോ ആയിരിക്കും. കാരണം ഒരു കൺട്രിക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരേ ലെവലിൽ ഉയരാൻ പറ്റില്ല. നിങ്ങൾ ഈവൻ അമേരിക്കയുടെ GDP റേറ്റ് നോക്കിയാൽ പോലും അത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുക. അമേരിക്കയുടെ ഒരു ഇയർ വൈസ് ഡാറ്റ എടുത്ത് എങ്ങനെയാണ് ഉണ്ടാവുക, അതായത് ഗ്രോത്ത് ആണ്, GDP ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഇൻകം ഫ്ലക്ച്വേഷൻസ്, ബിസിനസ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഇതിനെ ബാധിക്കും. പക്ഷേ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് എടുത്താൽ എന്തുണ്ടാവും, ഏകദേശം ചിലപ്പോൾ ഒറ്റ ജമ്പിങ് ഉണ്ടാവും, പിന്നെ സ്റ്റേബിൾ ആയിട്ട് പോകും അത്. അതായത് അത് ഒന്നും കൂടി ലോങ് ടേം നേച്ചറാണെന്ത് നമുക്ക് ഡെവലപ്മെൻറ്റിനെ കാണാൻ പറ്റുക. ഇനി ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിക്കേറ്റേഴ്സ് ഏതുണ്ടാവുക, GDP ഗ്രോത്ത് റേറ്റ്, പെർ ക്യാപിറ്റ ഇൻകം. GDPയും പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ദ കൺട്രി ഈസ് ഡെവലപ്ഡ് ഓർ ദ കൺട്രി ഈസ് ഡെവലപ്പിംഗ് എന്നുള്ളത്. അതല്ല ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ഗിനി കോഎഫിഷ്യൻ്റ്, പോവേർട്ടി ലെവലിലൊക്കെ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ ചേഞ്ച് വന്നിട്ടെന്ന് പറയാൻ പറ്റും. സോ ഗിനി കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ ഇനീക്വാളിറ്റി മെഷർ ചെയ്യുന്ന ഒരു ഏരിയയാണ് ഗിനി കോഎഫിഷ്യൻ്റ്. നമുക്കത് CUT ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, പക്ഷെ നമുക്ക് ഒരു ബോക്സ് ആണ് ഉണ്ടാവുക ഗിനി കോഎഫിഷ്യൻ്റ്. അതിൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, അത് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതല്ല ഈ ഒരു പോയിന്റിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം അത് ഡൈവേർട്ട് ചെയ്യുന്നുണ്ടോ അത് അൺഈക്വൽ ആവും. ചിലപ്പോൾ ഇങ്ങനെ വരും, ഇതും അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതാണ് നമ്മൾ ഗിനി കോഎഫിഷ്യൻ്റ് എന്ന് പറയും. നിങ്ങൾക്ക് അത് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡാറ്റാസ് അതിനെപ്പറ്റി കിട്ടും. അതുപോലെ ഇക്കണോമിക് ഗ്രോത്ത് എന്ത് ചെയ്യും, ഇറ്റ് ഒക്യൂഴ്സ് വിത്തൗട്ട് ഡെവലപ്മെൻറ്റ്. അതായത് നമുക്ക് ജസ്റ്റ് പുവർ ഹെൽത്തും പുവർ എഡ്യൂക്കേഷനും ഒക്കെ ഒരു കൺട്രിയിൽ ഉണ്ടാകുന്ന സമയത്തിന് എന്ത് ചെയ്യും, അവിടെ നല്ല ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പക്ഷേ ഇക്കണോമിക് ഡെവലപ്മെൻ്റ് ആണെങ്കിലോ, ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ നമുക്ക് സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടാവും, ഇക്കണോമിക് ഗ്രോത്തും ഉണ്ടാവും. ഇതാണ് പ്രധാനപ്പെട്ട ഗ്രോത്തും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസസ്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു CUET സിലബസിൽ നമുക്ക് ആകെ ഗ്രോത്ത് തിയറീസേ ഉള്ളൂ. രണ്ട് ഗ്രോത്ത് തിയറീസ് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ എന്താണ് ഗ്രോത്ത് തിയറീസ് തമ്മിലുള്ള ഡിഫറൻസ്? ഒന്ന്, ഗ്രോത്ത് തിയറീസ് എന്ന് പറഞ്ഞാൽ ഹൗ ഇക്കോണമീസ് ഔട്ട്പുട്ട് വിച്ച് മീൻസ് GDP
ഇൻക്രീസസ് ഓവർ ടൈം. ഇതാണ് ഗ്രോത്ത് തിയറീസ് നോക്കുക. എങ്ങനെയാണ് ഒരു ഇക്കോണമിയുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ GDP ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഡെവലപ്മെൻറ്റ് തിയറീസ് ആണെങ്കിലോ ഹൗ സൊസൈറ്റി ട്രാൻസ്ഫോം ടു ഇംപ്രൂവ് ലിവിങ് സ്റ്റാൻഡേർഡ്, ആളുകളുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യുന്ന രൂപത്തിലേക്ക് എങ്ങനെയാണ് ഒരു കൺട്രി ഡെവലപ്ഡ് ആവുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, ഡെവലപ്മെൻറ്റ് തിയറീസിൽ നോക്കുക. ഇനി ഗ്രോത്ത് തിയറീസ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന എന്തായിരിക്കും, ക്യാപിറ്റൽ അക്യുമുലേഷന്, ഇൻവെസ്റ്റ്മെൻറ്റ്, ടെക്നോളജി, പ്രൊഡക്ടിവിറ്റി, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും എന്ത് ഗ്രോത്ത് തിയറീസ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഡെവലപ്മെൻറ്റ് തിയറീസ് ആണെങ്കിലോ ഇറ്റ് ആൾവേസ് ഫോക്കസസ് ഓൺ സ്ട്രക്ചറൽ ചേഞ്ചസ്, പോവർട്ടി റിഡക്ഷന്, ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെയാണ് എന്ത് ചെയ്യുക ഡെവലപ്മെൻറ്റ് തിയറീസ് ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ഇനി കീ തിയറീസ്, അതായത് നമ്മൾ പഠിക്കുന്നതും പഠിക്കാൻ പോകുന്നതുമായിട്ടുള്ള, നിങ്ങൾ PGക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന, UGക്ക് ഓൾറെഡി എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള കുറേ തിയറീസ്, നമുക്ക് അതിനെയും എന്ത് ചെയ്യാൻ പറ്റും, ഗ്രോത്ത് തിയറീസ് എന്നും ഡെവലപ്മെൻറ്റ് തിയറീസ് എന്നും ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഗ്രോത്ത് തിയറീസ് ആണെന്ത് ക്ലാസിക്കൽ ഗ്രോത്ത് തിയറീസ് ആയിട്ടുള്ള മാൽത്തൂസിയൻ പോപ്പുലേഷൻ തിയറി, റിക്കാർഡോ തിയറി. റിക്കാർഡോ ഫോക്കസ് ചെയ്തത് റെൻറ്റിനെയാണ്, റെൻറ്റ്. മാൽത്തൂസ് ഫോക്കസ് ചെയ്തത് എന്തിനെയാണ്, പോപ്പുലേഷനെയാണ്. ഇത് രണ്ടും പ്രധാനപ്പെട്ട രണ്ട് ക്ലാസിക്കൽ ഗ്രോത്ത് തിയറീസ് ആണ്. അതുപോലെ തന്നെ സോളോ സ്വാൻ മോഡൽ, അതുപോലെ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഹാരോഡ് ഡോമർ മോഡൽ, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ അതുപോലെ തന്നെ എൻഡോജീനിയസ് ഗ്രോത്ത് മോഡലിൽ വരുന്ന റോമർ ഹാരോഡ് മോഡൽ, ലുക്കാസ് മോഡൽ, ഇതൊക്കെ എന്താണ് ഗ്രോത്ത് തിയറീസിൽ പെട്ടെന്ന്, അതായത് ഇതൊക്കെ GDP ഇംപ്രൂവ്മെൻറ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ഡെവലപ്മെൻറ്റ് തിയറീസിലാണെങ്കിലോ മോഡേണൈസേഷൻ തിയറി, ഡിപ്പെൻഡൻസി തിയറി, സ്ട്രക്ചറലിസ്റ്റ് തിയറീസ്, റോസ്റ്റോ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്, നിങ്ങൾ 5 സ്റ്റേജ്, റോസ്റ്റോയുടെ 5 സ്റ്റേജസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ. കമ്മ്യൂണിസ്റ്റ് തിയറീസ്, മാർക്സിസ്റ്റ് ഡെവലപ്മെൻറ്റ് തിയറീസ് ഒക്കെ നമുക്ക് വരുന്നത് ഡെവലപ്മെൻറ്റ് തിയറീസിലാണ്. ഇനി അസംഷൻസ് ആയിട്ട് പറയുകയാണെങ്കിലോ, ഒന്ന് ഗ്രോത്ത് തിയറീസിൽ എപ്പോഴും ഉണ്ടാവുക ഫ്രീ മാർക്കറ്റ്, ക്യാപിറ്റൽ അക്യുമുലേഷൻ, എഫിഷ്യൻസി ലെഡ് ഗ്രോത്ത്, ഇങ്ങനെയുള്ള കുറേ, അതായത് ഗ്രോത്ത് ഈ ഒരു കേസിനെയാണ് ഇവരെപ്പോഴും എന്ത് ചെയ്യുക ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ ഡെവലപ്മെൻറ്റ് തിയറീസിലാണെങ്കിലോ സോഷ്യൽ, പൊളിറ്റിക്കൽ, ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ്, ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാമൂഹ്യപരമായിട്ടുള്ള കുറേ കേസസ് നമുക്ക് കാണാൻ പറ്റും. ഇനി പ്രധാനപ്പെട്ട ക്രിറ്റിസിസം എന്താണ്, ഒന്ന് ഇനീക്വാളിറ്റിയും അതുപോലെ എൻവിയോൺമെൻറ്റൽ ഇഷ്യൂസിനെയും ഒന്നും എന്ത് ചെയ്യൂല നമ്മുടെ ഗ്രോത്ത് തിയറീസ് അഡ്രസ്സ് ചെയ്യൂല. ഇനീക്വാളിറ്റി ആവട്ടെ അല്ലെങ്കിൽ എൻവിയോൺമെൻറ്റൽ ഇഷ്യൂസ് ആവട്ടെ, അതിനൊന്നും എന്ത് ചെയ്യൂല നമ്മുടെ ഗ്രോത്ത് തിയറീസ് അഡ്രസ്സ് ചെയ്യില്ല. അത് ജസ്റ്റ് നോക്കൽ എന്താണ്, GDPയിൽ ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ടോ, നാഷണൽ ഇൻകത്തിൽ ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ടോ, ഇങ്ങനെയുള്ളത് മാത്രമാണ്. ഡെവലപ്മെന്റ് ആണെങ്കിലോ ക്യാൻ ബി സബ്ജക്റ്റീവ് ആൻഡ് ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ പൊളിറ്റിക്കൽ ഐഡിയോളജീസ്. അതായത് ആ ഒരു കൺട്രി ഭരിക്കുന്നത് മിക്സഡ് ക്യാപിറ്റലിസം ആണോ, മിക്സഡ് സോഷ്യലിസം ആണോ, സോഷ്യലിസം ആണോ, പ്യൂർ സോഷ്യലിസം ആണോ, പ്യൂർ ക്യാപിറ്റലിസം ആണോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇപ്പൊ നമ്മൾ പറഞ്ഞതിൽ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഗ്രോത്ത് മോഡലിലേക്ക് പോകാം. സോ ഫസ്റ്റത്തെ ഗ്രോത്ത് മോഡലാണ് എന്ത്, ഹാരോഡ് ഡോമർ മോഡൽ. ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം എടുക്കട്ടെ കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, വി ക്യാൻ റീസ്റ്റാർട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന ഫസ്റ്റത്തെ ഗ്രോത്ത് തിയറിയാണെന്ത്, ഹാരോഡ് ഡോമർ ഗ്രോത്ത് തിയറി അല്ലെങ്കിൽ ഹാരോഡ് ഡോമർ. ഹാരോഡ് ഡോമർ ഗ്രോത്ത് തിയറി എന്ന് പറഞ്ഞാൽ അത് ഒരു കെയ്നീഷ്യൻ തിയറിയാണെന്ത്, ഒരു കെയ്നീഷ്യൻ ഫ്രെയിം വർക്കിൽ റൺ ചെയ്യുന്ന ഒരു ഗ്രോത്ത് തിയറിയാണെന്ത് ഹാരോഡ് ഡോമർ ഗ്രോത്ത് തിയറി.
അത് പലപ്പോഴും കഴിഞ്ഞ ഒരു പ്രീവിയസ് ഇയറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഹാരോ ഡോമർ ഗ്രോത്ത് തിയറി ഏത് ഫ്രെയിം വർക്കിലാണ് അല്ലെങ്കിൽ ഏത് തിയറിയാണ് അത് കെയ്നീഷ്യൻ തിയറിയാണ് എന്നർത്ഥം. ആൻഡ് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ റോയ് ഹാരോഡ് ആൻഡ് എവ് സി ഡോമർ. രണ്ടും 10 വർഷത്തെ അല്ലെങ്കിൽ 8 വർഷത്തെ ഗ്യാപ്പിലുള്ള ആളുകളാണ്. പേരും 2 തിയറീസ് 2 ഏരിയാസിൽ നിന്ന് 2 കൺട്രിയിലുള്ള ആളുകളാണ്. ഇവർ രണ്ടും എന്ത് ചെയ്തു, ഇൻഡിപെൻഡൻ്റ്ലിയാണ് ഹാരോഡ് ഒരു തിയറി ഉണ്ടാക്കി, അതാണ് ഹാരോഡ് തിയറി. ഡോമറും ഒരു തിയറി ഉണ്ടാക്കി, അതാണ് ഡോമർ തിയറി. പക്ഷെ അത് പബ്ലിഷ് ചെയ്യപ്പെട്ട സമയത്ത് പിന്നീടാണ് ഒരു കോയിൻസിഡൻ്റ് എന്ന പോലെ രണ്ടും ഏകദേശം ഒരേ ഐഡിയാസ് പറയുന്ന തിയറീസ് ആയിട്ട് മാറിയത്. അതുകൊണ്ടാണ് നമ്മൾ ഇതൊരൊറ്റ തിയറി ആയിട്ട് ഹാരോഡ് ആൻഡ് ഡോമർ ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത്. ഇതിൽ ഹാരോഡ് ഡോമർ മോഡലിൽ നമുക്ക് കാണാൻ പറ്റുക 2-3 കണക്ഷൻസ് ആണ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്ങും അതെങ്ങനെയാണ് ഇക്കണോമിക് ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഹാരോഡ് ഡോമറിൻ്റെ പോയിന്റ് എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ആൻഡ് അതെങ്ങനെയാണ് നമ്മുടെ ഇക്കണോമിക് ഗ്രോത്തിനെ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ ഇക്കണോമിക് ഗ്രോത്ത് എന്താണെന്ന് പറഞ്ഞു, അതെന്താണ്? ഇംപ്രൂവ്മെൻറ്റ് ഇൻ ജി ഡി പിയിൽ വരുന്ന ഇമ്പ്രൂവ്മെൻ്റ് ആണെന്ത് നമ്മൾ ഈ പറയുന്ന ഇക്കണോമിക് ഗ്രോത്തുകൾ. അപ്പോൾ ജി ഡി പിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്ങും റീസൺ ആവുന്നത് എന്നുള്ളതാണ് ഹാരോഡ് ഡോമർ മോഡലിലെ പ്രത്യേകത. റോയ് ഹാരോഡ് 1939, എവ് സി ഡോമർ 1946. അതുപോലെ തന്നെ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തുണ്ട്? 2 റോളുണ്ട്. ലോങ് ടേം റോളുണ്ട്, ഷോർട്ട് ടേം റോളുണ്ട്. ലോങ് ടേം റോളാണെന്ത്? ജനറേറ്റിംഗ് ഡിമാൻഡ്. അതായത് അത് ഒരു കമ്പനി പ്രൊഡക്ഷൻ നടത്തുന്നുണ്ടാവില്ലേ, ആ പ്രൊഡക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന് ഡിമാൻഡ് ഉണ്ടാക്കുക എന്നുള്ളതാണെന്ത് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയ ആയിട്ട് വരുന്നത്. അതായത് ജനറേറ്റിംഗ് ഡിമാൻഡ്. രണ്ടാമത് ഷോർട്ട് ടേം ആണെന്നത് എക്സ്പാൻഡിങ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. നമുക്ക് എപ്പോഴും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുക? പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണം, റൈറ്റ്? അപ്പോൾ അതുണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പുതിയ മെഷീനറീസ് വേണം, ആളുകൾക്ക് കൂടുതൽ വേജ് കൊടുക്കാൻ പറ്റണം. അപ്പോൾ അതൊക്കെ കൊടുക്കാൻ നമുക്ക് എന്ത് വേണം? വി നീഡ് മോർ ക്യാപിറ്റൽ, മോർ മണി. ആ മണിയാണെന്ത്? ആ പൈസയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതെങ്ങനെയാണ് ഇക്കണോമിക് ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇതാണ് ഹാരോഡ് ഡോമർ മോഡലിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇതിന് കുറച്ച് അസംഷൻസ് ഉണ്ട്. ഫസ്റ്റ് അസംഷൻ ആണെന്ത്? ഫിക്സഡ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആണെന്ത്? K/Y. വി ആണെന്ത്? ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. സോ ഇത് ഫിക്സഡ് ആയിരിക്കും. അതായത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫിക്സഡ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. ഈ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോനെയാണ് നമ്മൾ എന്ത് സൂചിപ്പിക്കുന്നത്? വി എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. വി എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആണ് എന്നർത്ഥം. വി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. ഈ വി ആണെന്ത്? ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. സോ വാട്ട് ഈസ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്? എന്താണ് നമ്മൾ MPS എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി എന്താ സൂചിപ്പിക്കാറുള്ളത്? MPS അഡീഷണൽ സേവിങ് ഫ്രം എവിടെ നിന്നാണ് നമുക്ക് അഡീഷണൽ സേവിങ് വരുന്നത്? ഇൻകത്തിനോ? ഓക്കെ, ഡെൽറ്റ എസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ ആണെന്ത്? നമുക്ക് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് എന്ന് പറയാൻ പറ്റുക. സേവിങ്ങിൽ വരുന്ന ചേഞ്ചസ് ഡ്യൂ ടു ഇൻകത്തിൽ വന്നിട്ടുള്ള ചേഞ്ചസ്. അതായത് നമ്മുടെ ഇൻകം ഒരു 10,000 രൂപ ഉണ്ടായിരുന്നു. ഈ 10,000 രൂപയിൽ നമ്മൾ 2,000 രൂപയാണ് ആദ്യം എന്ത് ചെയ്യുന്നത്? സേവ് ചെയ്യുന്നത്. നമ്മുടെ ഇൻകം 15,000 രൂപയായി. 15,000 രൂപ നമ്മൾ എന്ത് ചെയ്തു? 4,500 രൂപ സേവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവിടുത്തെ MPS നമ്മൾ എങ്ങനെ കണ്ടെത്തുക? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇൻകത്തിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ഡെൽറ്റ വൈ കണ്ടെത്തണം. ഡെൽറ്റ വൈ എത്രയാണ്? 15,000 മൈനസ് 15,000 ഈക്വൽ ടു 5,000. ഓക്കെ, ഇനി സേവിങ്ങിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ഇപ്പോഴത്തെ എത്രയാണ്? 4,500 ആണ്. തൊട്ട് മുമ്പുണ്ടായത് 2,000 ആണ്. അപ്പോൾ ഇവിടുത്തെ ചേഞ്ചസ് എത്രയാണ് വന്നത്? 2,500. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ ഒരു 25/50. എത്ര? 25/50 ഈക്വൽ ടു 0.5 അല്ലേ? അപ്പോൾ 0.5 ആണെന്ന് നമുക്ക് എന്ത് ചെയ്യും? ഇവിടുത്തെ MPS എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് കോൺസ്റ്റന്റ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ,
അതുപോലെ തന്നെ ആബ്സെൻസ് ഓഫ് ഗവൺമെൻറ് ആൻഡ് എക്സ്റ്റേണൽ ട്രേഡ്. ഇവിടെ എന്തുണ്ടാവില്ല? ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഉണ്ടാവില്ല. ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഈ ഒരു മോഡലിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ട്രേഡും എന്തിലുണ്ടാവില്ല? ഇവിടെ ഉണ്ടാവില്ല. എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് എക്സ്റ്റേണൽ ട്രേഡ്? എക്സ്റ്റേണൽ ട്രേഡ് മീൻസ് നത്തിങ് ബട്ട് ഇൻ്റർനാഷണൽ ട്രേഡ്. ഇവിടെ എന്തുണ്ടാവില്ല? ഇൻ്റർനാഷണൽ ട്രേഡ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നോ ഡിപ്രീസിയേഷൻ ഓഫ് ക്യാപിറ്റൽ. ഈ മോഡലിൽ എന്തില്ല? ക്യാപിറ്റൽ ഡിപ്രീസിയേഷൻ ഇല്ല. നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക സോളോ ഗ്രോത്ത് മോഡലാണ്. സോളോ ഗ്രോത്ത് മോഡലിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണെന്ത്? ക്യാപിറ്റൽ ഡിപ്രീസിയേഷൻ എന്നുള്ളത്. പക്ഷേ ഹാരോൾഡ് ഡോമർ മോഡലിൽ ഇവരെന്ത് ചെയ്തിട്ടില്ല? ഡിപ്രീസിയേഷനെ കൺസിഡർ ചെയ്തിട്ടേ ഇല്ല. അതുപോലെ തന്നെ ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റോക്ക്, ക്യാപിറ്റൽ സ്റ്റോക്ക്, which means capital stock is fully utilized without any idle capacity. What is idle capacity? Idle capacity എന്ന് പറഞ്ഞാൽ എക്സസ് കപ്പാസിറ്റി എന്നാണ് idle capacity കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എക്സസ് കപ്പാസിറ്റി. നമുക്കൊക്കെ ധാരാളമായിട്ടുള്ള സാധനമാണല്ലോ എക്സസ് കപ്പാസിറ്റി. നമുക്കൊക്കെ നന്നായിട്ട് പഠിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. പക്ഷെ നമ്മളൊക്കെ എപ്പോഴും എവിടെയാണ് റൺ ചെയ്യുക? മടി പിടിച്ചിട്ട് ഏറ്റവും ലോ സ്റ്റേജിൽ. അപ്പോൾ ഇതാണ് എക്സസ് കപ്പാസിറ്റി. അപ്പോൾ ഇവിടെ എക്സസ് കപ്പാസിറ്റി ഉണ്ടാവില്ല. എത്രയാണോ മാക്സിമം കപ്പാസിറ്റി, ആ കപ്പാസിറ്റിയിൽ എന്ത് ചെയ്യും? നമ്മൾ വർക്ക് ചെയ്യുന്നുള്ളതാണ് ഈ ഒരു മോഡല് പ്രൊഡക്ഷന്. അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ടാവും? ഫിക്സഡ് ടെക്നോളജി. ഇവിടെ എന്തില്ല? ടെക്നോളജിക്കൽ ഇമ്പ്രൂവ്മെൻറ്റോ ടെക്നോളജിക്കൽ പ്രോഗ്രസ്സോ ഇല്ല. സോളോ ഗ്രോത്ത് മോഡലിലേക്ക് നമ്മൾ പോകുമ്പോഴും ഉള്ള പ്രധാനപ്പെട്ട ചേഞ്ചസ് ആണെന്ത്? ടെക്നോളജിയിൽ വലിയ ഗ്രോത്ത് ഉണ്ടാവും. അതെന്ത് ചെയ്യും? സോളോ ഗ്രോത്ത് മോഡലിൽ പുതിയ പുതിയ കോൺട്രിബ്യൂഷനിലേക്ക് പോകും, ഇന്നോവേഷൻസിലേക്ക് പോകും, ഐഡിയാസിലേക്ക് പോകും. പക്ഷെ ഇവിടെ എന്താണ്? ക്യാപിറ്റൽ ഫുൾ യൂട്ടിലൈസേഷൻ ആണ്, ടെക്നോളജി എന്താണ്? ഫിക്സഡും ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ അതായത് നമ്മൾ പറഞ്ഞു എന്ത്? ഇതൊക്കെ എന്താണ്? ഗ്രോത്ത് മോഡൽസ് ആണ് അല്ലേ? അപ്പോൾ ഗ്രോത്ത് മോഡൽസ് നമ്മൾ ഗ്രോത്ത് റേറ്റ് നമ്മളിവിടെ കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണെന്ത്? ജി ഈസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ വി. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സേവിങ് റേറ്റ് ആണ്. സേവിങ് റേറ്റ് നമ്മൾ എങ്ങനെ കാണുക? സേവിങ് റേറ്റ് നമ്മൾ എങ്ങനെ കാണുക? എസ് ബൈ വൈ. ഇൻകത്തിൽ വന്നിട്ടുള്ള ചേഞ്ചസ് കാരണം എത്രയാണ് സേവിങ്ങിൽ, എത്ര ഇപ്പോൾ ഇൻകം 10,000 രൂപയാണ്. സിമ്പിളായിട്ട് ചോദിക്കാം കേട്ടോ. ഇൻകം 10,000 രൂപയാണ്. 10,000 രൂപയാണെന്ത്? ഇൻകം. സേവ് ചെയ്യുന്നത് 3,000 രൂപയാണ്. നമ്മൾ ബാക്കി എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്നു, രണ്ടുമുണ്ട്. ഇവിടുത്തെ സേവിങ് റേറ്റ് എത്രയാണ്? ഇൻകം 10,000 രൂപയാണ്, സേവിങ് എത്രയാണ്? 3,000 രൂപയാണ്. അപ്പോൾ ഇവിടുത്തെ സേവിങ് റേറ്റ് എത്രയായിരിക്കും? സീറോ 0.3 സർ. ഞാൻ ചാറ്റ് ബോക്സ് ഇപ്പോഴാണ് നോക്കിയത്. സോറി നൈമ. ഓക്കെ, 0.3 ആണെന്ത്? ഇവിടുത്തെ സേവിങ് റേറ്റ്. അതായത് ഇൻകം നമ്മൾ എന്ത് ചെയ്യും? സേവിങ്ങിന് അതായത് പ്രപ്പോർഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ എടുക്കുന്നത്. നമുക്ക് 10,000 രൂപ ഇൻകം ഉണ്ട്, അതിൽ നമ്മൾ 3,000 സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ സേവിങ് റേറ്റ് ആണെന്ത്? എസ് ബൈ വൈ എന്നുള്ളത്. ഇനി നമ്മൾ പറഞ്ഞ വി എന്താണ്? വി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആണ്. വീണ്ടും നമ്മൾ ഡിഫൈൻ ചെയ്യൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആണ്. ദാറ്റ് ഈസ് കാൾഡ് കെ ബൈ വൈ. കെ എന്താണ്? ക്യാപിറ്റൽ. വൈ എന്താണ് ഇവിടെ? ഔട്ട്പുട്ട്. ഓക്കെ, വൈ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട്, കെ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഗ്രോത്ത് റേറ്റ് കാണുക. ഗ്രോത്ത് റേറ്റ് ഈസ് ഈക്വൽ ടു എസ് ബൈ വി. എസ് എന്താണ്? സേവിങ് ആണ്, സേവിങ് റേറ്റ് ആണ്. വി എന്താണ്? ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആണ്. വൈ എന്തുകൊണ്ടാണ് നമ്മളിവിടെ ഔട്ട്പുട്ടായി എടുക്കുന്നത്? ആർക്കെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? വൈ എന്തുകൊണ്ടാണ് ഔട്ട്പുട്ടായി എടുക്കുന്നത് എന്നുള്ളത്? ഒരു സ്ഥലത്ത് നമ്മൾ പറഞ്ഞു എന്ത്? വൈ ഈസ് ഈക്വൽ ടു ഇൻകം ആണ്. ഒരു സ്ഥലത്ത് നമ്മൾ പറഞ്ഞു വൈ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ആണ്. സോ അത് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മാറ്റിയെടുക്കുന്നത്? ഓർ അങ്ങനെ എടുത്താൽ അപ്പോൾ മിസ്റ്റേക്ക് വരൂലേ? ഇവിടെ എല്ലാ റിസോഴ്സസും സെയിം മാക്സിമം യൂസ് ചെയ്യുന്നില്ല. അപ്പം ഇൻകമും ഔട്ട്പുട്ടും സെയിം ആയി നിൽക്കും. ഓക്കെ, അതർ ദാൻ ദാറ്റ് എനി അതർ എക്സ്പ്ലനേഷൻ? അതായത് നമ്മളിപ്പോൾ എന്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്? ഗ്രോത്ത് തിയറീസ് ആണ്. നമ്മൾ പറഞ്ഞു ഗ്രോത്ത് തിയറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? GDP-യിലുള്ള അല്ലെങ്കിൽ നാഷണൽ ഇൻകത്തിലുള്ള ഗ്രോത്ത് ആണ് അല്ലേ? നമുക്ക് നാഷണൽ ഇൻകം കാണാൻ എത്ര മെത്തേഡ് ഉണ്ട്?
എത്ര മെത്തേഡ് ഉണ്ട്? ഏതൊക്കെയാണ്? എക്സ്പെൻഡിച്ചർ, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, വാല്യൂ ഇൻകം ആഡഡ്, വാല്യൂ ആഡഡ് മെത്തേഡ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് മെത്തേഡ്, ദെൻ ഇൻകം ഇൻകം മെത്തേഡ്. അതായത് ഈ മൂന്ന് ഏരിയാസിനെയാണ് സൂചിപ്പിക്കുന്നില്ല. എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമ്മൾ എങ്ങനെയാ GDP കാൽക്കുലേറ്റ് ചെയ്യുക? എക്സ്പെൻസസ് വെച്ചിട്ട് എക്സ്പെൻസ് എന്തിനുള്ള എക്സ്പെൻസസ് ആണ്? വേജ്, അതാണ്. ആണോ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമ്മൾ എന്ത് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ എന്താണ് ഇൻകം മെത്തേഡും എക്സ്പെൻഡിച്ചർ മെത്തേഡും ഔട്ട്പുട്ട് മെത്തേഡും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ്? എക്സ്പെൻഡിച്ചർ മെത്തേഡില് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, യെസ്, ഇൻകം എക്സ്പെൻഡിച്ചർ എക്സ്പെൻഡിച്ചർ, മെത്തേഡിൽ ഗവൺമെന്റ് യെസ്, എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമുക്ക് ഉണ്ടാവല്, ഒരു മിനിറ്റ് ഞാനിത് ബ്ലാങ്ക് പേജ് ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഞാൻ ഇവിടെ എഴുതാം. എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമ്മൾ ചെയ്യൽ എന്താണ്? എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നേരത്തെ നൈമ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുറച്ച് എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? GDP ഈസ് ഈക്വൽ ടു C പ്ലസ്, ഇതെന്താണ്? കൺസംഷൻ എക്സ്പെൻഡിച്ചർ. I പ്ലസ്, ഇതെന്താണ്? ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ. G പ്ലസ്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. X മൈനസ് M. ഇതാണ് എന്ത്? എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമ്മൾ GDP കാണും. നിങ്ങളുടെ മാക്രോയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും, ഫാസ്റ്റ് എടുത്തിട്ടുണ്ടാവും. ഇനി നേരത്തെ പറഞ്ഞ ഫെബിന പറഞ്ഞ വാല്യൂ ആഡഡ് മെത്തേഡ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് മെത്തേഡ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മെത്തേഡ്, നമ്മൾ മൂന്നും ഒന്ന് തന്നെയാണ് കേട്ടോ. വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറഞ്ഞാലും ഔട്ട്പുട്ട് മെത്തേഡ് എന്ന് പറഞ്ഞാലും പ്രൊഡക്ഷൻ മെത്തേഡ് വേറെയാണ്. വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറഞ്ഞാലും വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറഞ്ഞാലും പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് മെത്തേഡ് എന്ന് പറഞ്ഞാലും ഒന്നാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? വാല്യൂ ആഡഡ് മെത്തേഡിൽ ടോട്ടൽ വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ വാല്യൂ ആണ് എന്ത് ചെയ്യുക? നമ്മളിവിടെ കൺസിഡർ ചെയ്യുക. ഇനി ഇൻകം മെത്തേഡിലാണ് നമ്മൾ എന്താ കൺസിഡർ ചെയ്യുക? ഇൻകം മെത്തേഡിൽ നമ്മൾ എന്താ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? വേജ്, ഇൻട്രസ്റ്റ്, സാലറി. യെസ്, നമ്മൾ Rent. ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ ജസ്റ്റ് വാല്യൂ ആഡഡ് മെത്തേഡിൻ്റെ ഇക്വേഷനും കൂടി സിമ്പിൾ ആയിട്ട് തന്നെ എഴുതി തരാം കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുന്ന പറയുക, ഇവിടെ GVAs ആണ് ആഡ് ചെയ്യുക. GVA 1, അതായത് ഓരോ സെക്ടറിലെയും ഗ്രോസ് വാല്യൂ ആഡഡ് നമ്മൾ ആഡ് ചെയ്യും. GVA 2, GVA 3. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ്, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇതാണ് എന്ത്, നമ്മൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? വാല്യൂ ആഡഡ് മെത്തേഡ് കണ്ടെത്തുക. ഇൻകം മെത്തേഡിലേക്ക് പോകണമെങ്കിലോ ഓരോ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷനും റെന്റ് നമ്മൾ ആർക്കാ കൊടുക്കുക? റെന്റ് നമ്മൾ ആർക്കാ കൊടുക്കുക? ലാൻഡിന്. ലേബർ നമ്മൾ എന്താ കൊടുക്കുക? വേജ്. എന്റർപ്രണർക്ക് നമ്മൾ എന്താ കൊടുക്കുക? പ്രോഫിറ്റ്. ഇനി ബാക്കി ഏതാ ഉള്ളത്? ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റ്. അത് ആർക്കാ കൊടുക്കുക? ക്യാപിറ്റലിന്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് ആക്ച്വലി. ഇത് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോകരുത് എന്നുള്ളത് കൊണ്ടാണ്. ഇതൊക്കെ ആക്ച്വലി ഇതൊക്കെ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? GDP. അപ്പോൾ GDP നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? Y എന്ന് പറയുന്ന ഇങ്കായിട്ടും എഴുതാൻ പറ്റും. പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമുക്ക് വാല്യൂ ആഡഡോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ നമുക്ക് അത് എഴുതാം, അല്ലെങ്കിൽ ഔട്ട്പുട്ടോ നമുക്ക് അത് എഴുതാൻ പറ്റും. ഓക്കെ, എക്സ്പെൻഡിച്ചറുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? GDPയെ ഡിനോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു സ്ഥലത്ത് Y എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്താ പറഞ്ഞത്? ഇവിടുത്തെ Y ഏതാണ്? ക്യാപിറ്റൽ ഔട്ട്പുട്ടാണ്. ഇത് പ്രൊഡക്റ്റാണ്. ഇവിടുത്തെ Y എന്താണ്? ഇൻകം ആണ്. അതായത് അത് GDPയുടെ ഒരു ഫ്ലെക്സിബിലിറ്റിയാണ്. GDP എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് വഴിക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അങ്ങനെ കൊടുക്കുന്നത്. അതിൽ ഡൗട്ട് ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇവിടെ വരെയാണ്. അതായത് നമ്മുടെ ഗ്രോത്ത് റേറ്റ് കണ്ടെത്തുന്ന ഇക്വേഷൻ ആണ് എന്ത്? S/V എന്നുള്ളത്. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സേവിങ് റേറ്റ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു S/Y. V എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു K/Y. സിൻസ്
സേവിങ് ഇൻ ആൻ ഇക്കോണമി ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇക്വിലിബ്രിയം. നമ്മൾ ഇക്വിലിബ്രിയത്തിന്റെ പോയിന്റിൽ നമ്മൾ പറയാറുള്ളത് സേവിങ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ്. അസ്യൂമിങ് ആൾ ഇൻവെസ്റ്റ്മെന്റ് ഈസ് യൂസ്ഡ് ടു അക്യുമുലേറ്റ് ക്യാപിറ്റൽ. അക്യുമുലേറ്റ് ക്യാപിറ്റൽ അങ്ങനെ പറയാം 1/Δk, സോറി I/Δk. ഇതാണെന്ത് അക്യുമുലേറ്റഡ് ക്യാപിറ്റൽ. അതായത് ഇൻവെസ്റ്റ്മെന്റിൽ എന്ത് ചേഞ്ചസ് വന്നാലും ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എന്തിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എങ്ങനെ ഡെഫിനിഷൻ കൊടുക്കുക, ഓർ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുക? ഇൻവെസ്റ്റ്മെന്റ് ഈസ് അഡീഷൻ ടു ക്യാപിറ്റൽ. നമ്മൾ എന്തിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ക്യാപിറ്റലിലേക്കല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിന്റെ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഈക്വൽ ടു അഡീഷൻ ടു ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു I/ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ Δk എന്ന് പറയാൻ പറ്റും. സോ നമുക്ക് ഈ ഇക്വേഷനെ താഴെ എഴുതാൻ പറ്റും, ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ ഓർ I ഈസ് ഈക്വൽ ടു S ഈസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് Y. നമ്മൾ നമ്മുടെ ടോട്ടൽ ഇൻകത്തിൽ നമ്മൾ എന്തൊക്കെ ആക്കിയിട്ട് തരംതിരിക്കുക? കൺസംഷൻ, റൈറ്റ്. നമുക്ക് ഒരു 10,000 രൂപയാണ് നമ്മുടെ ടോട്ടൽ ഇൻകം. ഇത് നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി എന്താണ്? വി ഹാവ് ടു കൺസ്യൂം സംതിങ്. 3,000 രൂപ നമ്മൾ കൺസ്യൂം ചെയ്തു. ബാക്കി എത്രയുണ്ട്? 7,000 രൂപയുണ്ടല്ലോ. ഈ 7,000 രൂപയെ നമ്മൾ എക്കണോമിക്സിൽ പറയാറുള്ളത് നമ്മൾ രണ്ടെണ്ണാക്കിയിട്ട് മാറ്റും. ഒന്നെങ്കിൽ അതെന്ത് ചെയ്യും? സേവ് ചെയ്യും, അല്ലെങ്കിൽ അതെന്ത് ചെയ്യും? ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇനി സേവ് ചെയ്യുന്നത് ബാങ്കിലാണെങ്കിലോ, ബാങ്ക് അതെന്താ ചെയ്യുക? ലോണായിട്ട് അടുത്ത ആൾക്ക് കൊടുക്കും. അപ്പോൾ അതെന്താവും? എഗെയിൻ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകും. അപ്പോൾ കൺസംഷൻ കഴിഞ്ഞാൽ ബാക്കിയുള്ളത് സേവിങ് ആവട്ടെ ഇൻവെസ്റ്റ്മെന്റ് ആവട്ടെ, സേവിങ് ആണത് ബാങ്കിലാവട്ടെ, അത് വീണ്ടും എന്ത് ചെയ്യും? റീഇൻവെസ്റ്റ് ചെയ്തിട്ട് അറ്റ് ലാസ്റ്റ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് തന്നെ പോകും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു സേവിങ് ഈസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് വൈ. വൈയുടെ ഒരു ഫംഗ്ഷൻ ആണെന്ത് നമുക്കിത് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്യുമുലേഷൻ, ക്യാപിറ്റലിന്റെ ഇക്വേഷൻ എന്താണ്? അക്യുമുലേഷൻ Δk ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്താന്ന് പറഞ്ഞു? ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? അഡീഷൻ ടു ക്യാപിറ്റൽ ആണ് എന്ത്? ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഏതിലേക്കാണ് പോവുക? ക്യാപിറ്റലിലേക്കാണ് പോവുക. അപ്പോൾ നമ്മൾ 10,000 രൂപയാണ് നമ്മുടെ ന്യൂ ഇൻവെസ്റ്റ്മെന്റ്, റീ ഇൻവെസ്റ്റ്മെന്റ് 10,000 രൂപയാണ്. നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് 10,000 രൂപയാണ്. അത് കാണിക്കുന്നത് എന്താണ്? ക്യാപിറ്റലിൽ വന്നിട്ടുള്ള ചേഞ്ച് എത്രയാണ്? 10,000 രൂപയായിരിക്കും. നമ്മൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യൂല? വേറെ കൺസംഷൻ ഒന്നും നടത്തൂല, റൈറ്റ്. അപ്പോൾ ഇവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഇറ്റ് ഈസ് ആൾസോ ഈക്വൽ ടു Δk. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഔട്ട്പുട്ട് ഗ്രോത്ത് ഇക്വേഷന് ഈ S/V നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീറൈറ്റ് ചെയ്യാൻ പറ്റും Δy/Y. Δy/Y വിച്ച് മീൻസ് S/V എന്നുള്ളത്. അതായത് ദിസ് ഇക്വേഷൻ ഷോസ് ദാറ്റ് ഇക്കണോമിക് ഗ്രോത്ത് ഡിപ്പെൻഡ്സ് അപ്പോൺ സേവിങ് റേറ്റ്. എന്തുകൊണ്ടാണ് സേവിങ് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഈ സേവ് ചെയ്യുന്ന എമൗണ്ട് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആക്കിയിട്ട് മാറ്റുന്നത്. ഈ സേവ് ചെയ്യുന്ന എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ആക്കിയിട്ട് മാറ്റുന്നത്. ഈ സേവ് ചെയ്യുന്ന എമൗണ്ട് ആണ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് നമുക്ക് ടോട്ടൽ ഇൻകം, ഈ ഇൻകത്തെ എന്ത് ചെയ്യും? സേവ് ആയും നമ്മൾ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യും. സേവ് ചെയ്യുന്നത് ബാങ്കിലാണെങ്കിലോ അത് വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വരും. അപ്പോൾ നമ്മളെ സേവിങ് റേറ്റും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആയിട്ടുള്ള വിയും ആണ് ഈ ഒരു ഇക്വേഷൻ പ്രകാരം, അതുപോലെ തന്നെ ഈ ഒരു ഇക്വേഷൻ പ്രകാരവും നമ്മുടെ ഇക്കണോമിക് ഗ്രോത്തിനെ നമ്മുടെ ഹാരോൾഡ് ഡോമർ മോഡലിൽ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഹാരോൾഡ് ഡോമർ മോഡലിൽ എന്താണ് ഇക്കണോമിക് ഗ്രോത്തിൽ ഡിറ്റർമിൻ ചെയ്യുന്നത്? സേവിങ് റേറ്റും ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോവും ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ 2-3 ഇന്റർപ്രിട്ടേഷൻസ് നോക്കാം. ഒന്ന്, ഹയർ സേവിങ് ലീഡ്സ് ടു ഹയർ ഗ്രോത്ത്. ഒരു ഇക്കോണമിയിൽ സേവിങ് കൂടിക്കഴിഞ്ഞാൽ ആ ഇക്കോണമിയിൽ എന്തുണ്ടാവും? ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളതാണ് ഹാരോൾഡ് ഡോമർ മോഡൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഗ്രോത്ത് ഈസ് ഈക്വൽ ടു S/V. ഇൻക്രീസ് ഇൻ ദ സേവിങ് റേറ്റ് ലീഡ്സ് ടു ഹയർ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ദ ഹയർ ഇൻവെസ്റ്റ്മെന്റ് ലീഡ്സ് ടു എന്താണ്? ഹയർ ഇക്കണോമിക് ഗ്രോത്ത്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആസ് എ കൺസ്ട്രെയിൻ. ഹയർ വി കൂടിക്കഴിഞ്ഞാൽ എന്താ കാണിക്കുന്നത്? മോർ ക്യാപിറ്റൽ ഈസ് നീഡഡ് ടു 1 യൂണിറ്റ് വിച്ച് ഈസ് എ സ്ലോ ഡൗൺ ഗ്രോത്ത്. അതായത് എസ് കൂടും വേണം ഗ്രോത്ത് റേറ്റ് കൂടാൻ വേണ്ടിയിട്ട്, ഗ്രോത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ് ഇൻക്രീസ് ചെയ്യണം, വി എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യണം. എസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മീനിങ് എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ്. വി ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മീനിങ് എന്താണ്? ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഡിക്രീസ് ചെയ്തു. അത് കാണിക്കുന്ന എന്താണ്? ഇപ്പോൾ ഒരു ക്യാപിറ്റൽ കൊണ്ട് നമുക്ക് 10 ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിന് മുമ്പ് എന്തായിരുന്നു? ഒരു ക്യാപിറ്റൽ കൊണ്ട് നമുക്ക് 3 or 4 ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ ഒരു ചേഞ്ചസ് ഇവിടെ കാണാൻ പറ്റും. അത് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഇവിടെ കൺസ്ട്രെയിൻ ആണ്, അത് നമുക്ക് കുറക്കാൻ പറ്റണം.
അതുപോലെ തന്നെ ഇൻസ്റ്റെബിലിറ്റി ഗ്രോത്ത്. ഈ മോഡൽ പറയുന്നത് എന്താണ്? നമുക്കൊരു ഗ്രോത്ത് ഒരു ഇക്കോണമിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? കണ്ടിന്യൂസ് ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്ങും വേണം. കണ്ടിന്യൂസ് ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്ങും വേണം. അത് കണ്ടിന്യൂസ് ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്ങും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ഇക്കോണമിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കണ്ടിന്യൂസ് ഇൻവെസ്റ്റ്മെൻറ്റും കണ്ടിന്യൂസ് സേവിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഇക്കോണമിയിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് സേവിങ്ങും കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റും നടത്താൻ പറ്റുമോ? നോ, ദാറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ ഗ്രോത്ത്, ഇതാണ് ഇതിൻ്റെ ഇൻസ്റ്റെബിലിറ്റി ഗ്രോത്ത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് സേവിങ് ഇൻക്രീസ് ചെയ്യണം, ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആയിട്ടുള്ള വി എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യണം ഇൻ ഓർഡർ ടു ഗെറ്റ് മാക്സിമം ഗ്രോത്ത്. ഓക്കെ, അതുപോലെ വെയിറ്റ് അതുപോലെ ഇവിടെ സ്റ്റഡി ഗ്രോത്ത് റേറ്റ് കണ്ടീഷൻ ഉണ്ട്. നമുക്ക് 2 ഗ്രോത്ത് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് വാറന്റഡ് ഗ്രോത്ത് റേറ്റും, 2 നാച്ചുറൽ ഗ്രോത്ത് റേറ്റും. വാറന്റഡ് ഗ്രോത്ത് റേറ്റും നാച്ചുറൽ ഗ്രോത്ത് റേറ്റും. വാറന്റഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ദ ഗ്രോത്ത് റേറ്റ് ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ മെയിൻറ്റെയിൻസ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. ആ ഇക്കോണമിയിലുള്ള എല്ലാവർക്കും ജോലി കിട്ടുന്ന രൂപത്തിലുള്ള ഗ്രോത്ത് റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? വാറന്റഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയാം. വാറന്റഡ് ഗ്രോത്ത് റേറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യല് GW എന്നാണ്. W വാറന്റഡ് ആണ്. അത് നമ്മൾ സെയിം ഇക്വേഷൻ ആണ്, S/V. S എന്താണ്? സേവിങ് റേറ്റ്. V എന്താണ്? ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. സോ ഈ ആക്ച്വൽ ഗ്രോത്ത് റേറ്റും വാറന്റഡ് ഗ്രോത്ത് റേറ്റും തമ്മിൽ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അൺസ്റ്റേബിൾ ആയിപ്പോഴും. അതായത് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ്, വാറന്റഡ് ഗ്രോത്ത് റേറ്റ്, ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ആണ് എന്ത്? G എന്നുള്ളത്. വാറന്റഡ് ഗ്രോത്ത് റേറ്റ് ആണ് GW എന്നുള്ളത്. ഇത് തമ്മിൽ എത്രത്തോളം ഗ്യാപ്പ് കൂടുന്നോ അത്രത്തോളം ഇക്കോണമി എന്താവും? അൺസ്റ്റേബിൾ ആവും. ഇത് തമ്മിലുള്ള ഗ്യാപ്പ് എത്രത്തോളം കുറയുന്നുണ്ടോ അത്രത്തോളം എത്രത്തോളം അടുക്കുന്നുണ്ടോ അത്രത്തോളം ഇക്കോണമി എന്താവും? സ്റ്റേബിൾ ആവും. അപ്പോൾ വാറന്റഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇക്കോണമിയിൽ ഫുൾ എംപ്ലോയ്മെന്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരുന്ന ഗ്രോത്ത് റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? വാറന്റഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയാം. ഇനി നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് ആണെങ്കിലോ, ഒരു ഇക്കോണമിയുടെ മാക്സിമം ഗ്രോത്ത് റേറ്റ് ആണെന്ത്? നാച്ചുറൽ ഗ്രോത്ത് റേറ്റ്, മാക്സിമം സസ്റ്റൈനബിൾ ഗ്രോത്ത് റേറ്റ്. ഇതിലെന്തൊക്കെ ഉണ്ടാവും? പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്ന N എന്ന് പറയുന്ന ഒരു കേസ് എക്സ്ട്രാ വരുന്നുണ്ട്. ഈ പോപ്പുലേഷൻ ഗ്രോത്ത് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ലേബർ പ്രൊഡക്ടിവിറ്റി ആയിട്ടുള്ള GL ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് 2 എണ്ണാണുള്ളത്. ഒന്ന് N എന്ന് പറയുന്ന പോപ്പുലേഷൻ, 2 എന്താണ്? ലേബർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന GL, ലേബർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന GL, പോപ്പുലേഷൻ എന്ന് പറയുന്ന N. ഇങ്ങനെ 2 എണ്ണാണ് എന്ത് ചെയ്യുന്നത്? ഇതിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. N പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ആണ്, GL ലേബർ പ്രൊഡക്ടിവിറ്റി ഗ്രോത്ത് ആണ്. സോ ഫോർ എ ലോങ് റൺ സ്റ്റെബിലിറ്റി ദ ആക്ച്വൽ വാറന്റഡ് ആൻഡ് നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് ഷുഡ് ബി ഈക്വൽ. ഇതാണ് നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ. ഒരു ലോങ് റണ്ണ് സ്റ്റെബിലിറ്റിക്ക് ഹാരോഡും ഡോമറും പറഞ്ഞ കണ്ടീഷൻ ആണെന്ത്? ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ആണെന്ത്? GW എന്താണ്? വാറന്റഡ് ഗ്രോത്ത് റേറ്റ്. GN എന്താണ്? നാച്ചുറൽ ഗ്രോത്ത് റേറ്റ്. ഈ 3 ഗ്രോത്ത് റേറ്റും ഈക്വൽ ആകുന്ന പോയിന്റിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? ആ ഒരു ഇക്കോണമി ഒരു സ്റ്റേബിൾ കണ്ടീഷനിലാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? പറയാൻ പറ്റുക എന്നർത്ഥം. അപ്പോൾ ഈ ഒരു കേസ് അവിടെ ഉണ്ടാകുമ്പോഴും നമുക്കുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണെന്ത്? ഇൻസ്റ്റെബിലിറ്റി പ്രോബ്ലം. അതായത് ഹാരോഡ് ഡോമറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നൈഫ് എഡ്ജ് പ്രോബ്ലം. വാട്ട് ഈസ് നൈഫ്? നൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? കത്തി. ഇതൊരു ഒരു നൈഫ് പോലെയാണ് എന്ത് ചെയ്യുക? നമുക്കിത് വർക്ക് ചെയ്യുക. അതായത് ഒരു ട്രേഡ് ഓഫ് ഉണ്ട് എന്നർത്ഥം. ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് വാറന്റഡ് ഗ്രോത്ത് റേറ്റിനേക്കാൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യും? റിക്വയർഡ് ക്യാപിറ്റൽ നീഡിനേക്കാൾ കൂടുതലാണ് എന്ന് കാണിക്കാൻ പറ്റും. അതായത് നമ്മുടെ ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇക്കോണമിയിൽ വേണ്ട ഇൻവെസ്റ്റ്മെന്റ് 10 ലക്ഷം രൂപയാണ്. 10 കോടി രൂപയാണ്. 10 crore rupees ആണ് നമുക്ക് ആവശ്യമുള്ള ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഓവർ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് 12 crore rupees എന്ത് ചെയ്തു? ഇൻവെസ്റ്റ് ചെയ്തു. ഇതിന്റെ എഫക്റ്റ് എന്തായിരിക്കും എന്നറിയോ? കൂടുതൽ ഗ്രോത്ത് അല്ല ഉണ്ടാവുക, മറിച്ച് എന്താണ്? ഇൻഫ്ലേഷനിലേക്കാണ് ഇത് പോവുക. അതായത് ആക്ച്വൽ ഗ്രോത്ത് വാറന്റഡ് ഗ്രോത്തിനേക്കാൾ നമുക്ക് ആവശ്യമുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, വാറന്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അതിനേക്കാൾ കൂടുതലാണ് നമ്മുടെ ആക്ച്വൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഇൻഫ്ലേഷനും അതുപോലെ തന്നെ എന്തുണ്ടാവും? ഓവർ ഹീറ്റിംഗും ഉണ്ടാവും.
ഇനി നേരെ ഓപ്പോസിറ്റ് ആണ്, ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് വാറണ്ടഡ് ഗ്രോത്ത് റേറ്റിനേക്കാൾ കുറവാണ്. അതായത് നമുക്ക് ആവശ്യമുള്ളത് 10 കോടി രൂപയാണ്. 10 കോടി രൂപയാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് നീഡ് ആയിട്ടുള്ളത് 10 crore rupees ആണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതോ 7 crore rupees ആണ്. അവിടെ നമുക്ക് എന്താ ഉണ്ടാവുക? റിസിഷൻ ആണ് ഉണ്ടാവുക. സോ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? ഇൻഫ്ലേഷൻ ഉണ്ടാവും. ഡിക്രീസ് ആയി കഴിഞ്ഞാലോ റിസിഷൻ ഉണ്ടാവും. ഇതാണ് നൈഫ് എഡ്ജ് പ്രോബ്ലം. ഒരു കത്തിയുടെ മുകളിൽ നിൽക്കുന്ന പോലെയാണ്. ഒരു ബാലൻസ് വേണം. ആ ബാലൻസ് ആണ് എന്ത്? സ്റ്റഡി സ്റ്റേറ്റ് തിയറി അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് ഏരിയ. ആ സ്റ്റഡി സ്റ്റേറ്റ് ഇക്വേഷൻ ആണ് എന്ത്? ആക്ച്വൽ ഗ്രോത്ത് റേറ്റും വാറണ്ടഡ് ഗ്രോത്ത് റേറ്റും നാച്ചുറൽ ഗ്രോത്ത് റേറ്റും നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ പോലെ ഈക്വൽ ആവുന്നതാണ് എന്ത്? ജി ഈസ് ഈക്വൽ ടു ജി എന്താണ്? ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് ഈസ് ഈക്വൽ ടു വാറണ്ടഡ് ഗ്രോത്ത് റേറ്റ് ഈസ് ഈക്വൽ ടു നാച്ചുറൽ ഗ്രോത്ത് റേറ്റ്. ഇതാണെന്ത്? ലോങ് റൺ സ്റ്റെബിലിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇക്വേഷൻ. ഇനി ഈ മോഡലിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്ന്, അസംഷൻസ് എന്താണ്? വളരെ റിജിഡ് ആണ്. അതായത് ഫിക്സഡ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്നത്, ഒരു 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 അസംഷൻ. അതുപോലെ തന്നെ അടുത്ത അസംഷൻ ആണെന്ത്? ടെക്നോളജിക്കൽ പ്രോഗ്രസ്. ദർ ഈസ് നോ ടെക്നോളജിക്കൽ പ്രോഗ്രസ്. ഇന്ന് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഇല്ലാത്ത ഏതെങ്കിലും കൺട്രി ഉണ്ടാവോ? ഇല്ല. നമുക്ക് ഇന്റേണൽ ടെക്നോളജിക്കൽ പ്രോഗ്രസ്സും എക്സ്റ്റേണൽ ടെക്നോളജിക്കൽ പ്രോഗ്രസ്സും ഉണ്ട്. അത് സോളോ മോഡലിലെ വേറെ ലിമിറ്റേഷൻ ആണ്. അവരെന്ത് ചെയ്തിട്ടില്ല? ഇന്റേണൽ ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിനെ അഡ്രസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇവിടുത്തെ കേസിൽ നമുക്ക് ഇന്റേണൽ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ട്, എക്സ്റ്റേണൽ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ട്. രണ്ടുണ്ടാവും. ഒരു കൺട്രിക്ക് അകത്തും ടെക്നോളജി ഡെവലപ്പ് ചെയ്യും, ഒരു കൺട്രിയുടെ പുറത്തും ടെക്നോളജി ഡെവലപ്പ് ചെയ്യും. പക്ഷേ ഹാരോൾഡ് ഡോമർ മോഡലിൽ എന്തില്ല? ദർ ഈസ് നോ ടെക്നോളജിക്കൽ പ്രോഗ്രസ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്താണ്? ഫിക്സഡ് ആണ്. നമ്മുടെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഫിക്സഡ് ആണോ? ഒരു ക്യാപിറ്റൽ കൊണ്ട് ഒരു ട്രാക്ടർ കൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ ഒരു മെഷീൻ കൊണ്ട്, ഒരു പ്രിന്റർ കൊണ്ട്, പ്രിന്റർ ഈസ് എ ഗുഡ് ആൻ എക്സാമ്പിൾ. ഓക്കെ, ഒരു പ്രിന്റർ കൊണ്ട് നമുക്കൊരു 20 വർഷം മുമ്പ് മാക്സിമം ഒരു മണിക്കൂറിൽ 20 പേജോ 30 പേജോ എടുക്കാൻ പറ്റുള്ളൂ. കാരണം അന്ന് എന്താണ് നമ്മൾ പറയുന്ന ഈ ഒരു ഡോട്ട് മാട്രിക്സ് പ്രിന്റേഴ്സ് ആണ് ഉണ്ടാവും. നമ്മളിപ്പോഴും മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയാൽ കിട്ടൂലേ. പക്ഷെ ഇന്നെന്താണ്? ഇന്ന് ലേസർ പ്രിന്റും ഇങ്ക്ജെറ്റ് പ്രിന്ററൊക്കെയാണുള്ളത്. സോ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് 1000, 10,000, 2,000 അല്ലെങ്കിൽ 2 ലക്ഷം പ്രിന്റർ കിട്ടുന്ന മെഷീനറീസ് ഉണ്ട്. അതായത് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്തുണ്ടാവും? ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോയിലും ചേഞ്ചസ് വരും. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസംഷൻ, തെറ്റ് പറ്റിയ അസംഷൻ, നെഗ്ലക്റ്റഡ് ടെക്നോളജിക്കൽ ചേഞ്ച്. അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്തിട്ടില്ല? നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തപ്പോൾ എവിടെയെങ്കിലും ലേബർ മാർക്കറ്റിനെ മെൻഷനിങ് കണ്ടോ? ഇല്ല. ദേ ഡിഡിന്റ് കൺസിഡർ ദ ലേബർ മാർക്കറ്റ് ഡൈനാമിക്സ് എന്ത് ചെയ്തിട്ടില്ല? അവർ കൺസിഡർ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി. ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാവുന്ന ചെറിയ ചേഞ്ചസ് എന്ത് ചെയ്യും? ഔട്ട്പുട്ടിൽ വലിയ ചേഞ്ചസ് ഉണ്ടാക്കും നമ്മുടെ ഇക്വേഷൻ പ്രകാരം. അത് പോളിസിക്ക് നമുക്ക് പറ്റൂല. കാരണം ഒരു പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ 5 ഇയർ പ്ലാന് അല്ലെങ്കിൽ 10 ഇയർ ഒക്കെയാണ് നമ്മൾ പോളിസി ഉണ്ടാക്കുക. അപ്പൊ ഇത്രയും ലോങ് ടേമിലേക്ക് നമ്മൾ പോളിസി ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ചെറിയ ചേഞ്ചസ് അല്ല, വലിയ ചേഞ്ചസ് വരും. നമ്മളെ ഇൻവെസ്റ്റ്മെന്റിൽ വലിയ ചേഞ്ചസ് വരും. പക്ഷെ അങ്ങനെ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഹാരോൾഡ് ഡോമർ മോഡൽ എന്താണ്? അത് വലിയ ചേഞ്ചസ് വരുത്തും, അല്ലെങ്കിൽ വലിയ ചേഞ്ചസ് ഇക്വേഷനിൽ നമുക്ക് കാണിക്കും എന്നുള്ളതാണ്. ഇനി ഇതിന് ഡെവലപ്പിംഗ് ഇക്കോണമീസിൽ നമ്മൾ ഇത്രയൊക്കെ ലിമിറ്റേഷൻസ് പറഞ്ഞാലും ഹാരോൾഡ് ഡോമർ മോഡലിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആണെന്ത്? ഇന്ത്യയുടെ 5 ഇയർ പ്ലാൻസ് അത് ഹാരോൾഡ് ഡോമർ മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു എന്നുള്ള ഒരു കാര്യം. ഇന്ത്യയുടെ 5 ഇയർ പ്ലാൻസ് ദാറ്റ് ആർ ബേസ്ഡ് ഓൺ ദ ഹാരോൾഡ് ഡോമർ മോഡൽ. ഫസ്റ്റ് ആണെന്ത്? ഫോക്കസ് ഓൺ ക്യാപിറ്റൽ ഫോർമേഷൻ. മെനി കൺട്രീസ്, ഇന്ത്യ അടക്കമുള്ള പല കൺട്രീസും ക്യാപിറ്റലിൽ ഫോക്കസ് ചെയ്യാനുള്ള കാരണം സേവിങ് റേറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഐഡിയയിലേക്ക് പോയത് ഈ ഹാരോൾഡ് ഡോമറിൻ്റെ ഇൻട്രൊഡക്ഷനിലൂടെയാണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ്ങിന് ഈ ഒരു മോഡൽ കറക്റ്റ് ഐഡിയ പറഞ്ഞു. ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ് എന്താണ്? ഇഫ് യു ഇൻക്രീസ് ദ ഇൻവെസ്റ്റ്മെന്റ് ഇറ്റ് വിൽ റീഇൻവെസ്റ്റഡ് ടു ദ ഇക്കോണമി ആൻഡ് വിൽ ഇൻക്രീസ് ദ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇക്കോണമി ഡെവലപ്ഡ് ആവും. റൈറ്റ്. അപ്പോൾ സേവിങ്ങിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഇമ്പോർട്ടൻസ് നമുക്ക് ഇക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ എങ്ങനെയാണ് സേവിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്ന് എന്ത് ചെയ്തു? ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് പറഞ്ഞു തന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണെന്ത്? നമ്മുടെ ഇന്ത്യൻ ഡെവലപ്മെന്റിൽ ഹാരോൾഡ് ഡോമർ മോഡലിനുള്ള ഇമ്പോർട്ടൻ്റ് അതെന്താണ്? ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയുടെ 5 ഇയർ പ്ലാൻസ് എന്താണ്? ദാറ്റ് ആർ ബേസ്ഡ് ഓൺ ദ ഹാരോൾഡ് ഡോമർ മോഡൽ.
ഇന്ത്യയിലെ ഡെവലപ്മെന്റ് പ്ലാൻസ് ഒക്കെ എന്താണ് ഹാരോൾഡ് ഡോമർ മോഡലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യും കാണാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ എക്സ്റ്റേണൽ എയ്ഡും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റും ഇതെന്ത് ചെയ്തിട്ടുണ്ട്, എൻകറേജ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ മോഡലിൽ എന്തില്ല, എക്സ്റ്റേണൽ ട്രേഡ് ഇല്ല, നോ ഇന്റർനാഷണൽ ട്രേഡ്. പക്ഷെ ഇവിടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്, ഒരു കൺട്രി ഡെവലപ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ വി നീഡ് സേവിങ്, അല്ലെങ്കിൽ വി നീഡ് ഇൻവെസ്റ്റ്മെന്റ്, വി നീഡ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. ഈ 3 കാര്യത്തിലും ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്, വി നീഡ് മണി, സേവിങ് വേണം. അപ്പൊ ഇവരെന്ത് ചെയ്തു, എക്സ്റ്റേണൽ ആയിട്ടുള്ള എയ്ഡുകൾ, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ കൺട്രീസ്, അതായത് നമ്മുടെ നാട്ടിൽ പൈസ ഇല്ല, നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഇല്ലെങ്കിൽ അടുത്ത വഴി എന്താണ്, വി ക്യാൻ ടേക്ക് ഫ്രം അതർ കൺട്രീസ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റ് കൺട്രീസ് നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ ഇന്ത്യ എന്നല്ല മറ്റെല്ലാ കൺട്രീസും എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഈ പറയുന്ന ഇന്റർനാഷണൽ ഏജൻസീസിനെയും ഇന്റർനാഷണൽ കൺട്രീസിനെയും ഒക്കെ എക്സ്റ്റേണൽ എയ്ഡിന് വേണ്ടി സമീപിക്കാൻ തുടങ്ങിയത് ഹാരോൾഡ് ഡോമർ മോഡലിന്റെ ഇൻട്രൊഡക്ഷന് ശേഷമാണ്. ഓക്കെ, ഇതാണെന്ത് ഹാരോൾഡ് ഡോമർ മോഡലിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. നമുക്ക് എന്ത് ചെയ്യാം, സോളോ മോഡലിലേക്ക് പോകാം. സോളോ മോഡല് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് ആരെയും നമ്മൾ സോളോ മോഡൽ സിമ്പിൾ ആയിട്ട് പറയുമെങ്കിലും സോളോ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് ആരെ, സോളോ സ്വാൻ. നമ്മൾ സോളോ സ്വാൻ മോഡൽ എന്നാണ് പറയാ. അതായത് റോബർട്ട് സോളോയും ട്രെവർ സ്വാനുമാണ് എന്ത് ചെയ്യുന്നത് 1956 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതെന്താണ്, ഒരു നിയോ ക്ലാസിക്കൽ മോഡൽ ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് ആണ്. സോളോ മോഡൽ ഏതാണ്, നിയോ ക്ലാസിക്കൽ ഇക്കണോമിക് ഗ്രോത്ത് ആണ്. ഹാരോൾഡ് ഡോമർ മോഡൽ ഏതായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത്, കെയ്നീഷ്യൻ ആണ്. ഹാരോൾഡ് ഡോമർ മോഡൽ എന്താണ്, അതൊരു കെയ്നീഷ്യൻ തിയറിയാണ്. സോളോ സ്വാൻ മോഡൽ ഏതാണ്, ഒരു നിയോ ക്ലാസിക്കൽ മോഡലാണ്. അത് ചോദിക്കാറുണ്ട് കേട്ടോ എക്സാമിനൊക്കെ, പൊതുവെ എൻട്രൻസ് എക്സാമുകളിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ഹാരോൾഡ് ഡോമർ മോഡലിന് ഇതിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇൻവെസ്റ്റ്മെന്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, എന്നിരുന്നാലും ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഒന്ന് ക്യാപിറ്റൽ അക്യുമുലേഷൻ, ക്യാപിറ്റൽ കൂടുക, 2 ലേബർ ഗ്രോത്ത്, 3 ടെക്നോളജിക്കൽ ചേഞ്ചസ്. ഇപ്പോൾ പുതിയ എക്സ്റ്റെൻഡ് വേർഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ മാങ്ക്യുവിൻ്റെ ഒക്കെ, റോമർ മാങ്ക്യു ഒക്കെ പറഞ്ഞ പുതിയ മാക്രോ എക്കണോമിസ്റ്റുകളുണ്ട്. ഇവരുടെയൊക്കെ തിയറീസിൽ എ എന്ന് പറയുന്ന ഐഡിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ നോളജ് എഡ്യൂക്കേഷൻ ഒക്കെ എന്നൊരു സാധനം കൂടി ഇതിൽ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ നോർമൽ ഒറിജിനൽ സോളോ മോഡൽ എന്തേ ഉള്ളൂ, ലേബർ ഗ്രോത്ത്, ക്യാപിറ്റൽ അക്യുമുലേഷൻ ആൻഡ് ടെക്നോളജിക്കൽ ചേഞ്ചസേ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നർത്ഥം. ഇനി ഇതിൻ്റെ ഫസ്റ്റ് അസംഷൻ ആണെന്ത്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. സോളോ മോഡൽ എടുത്തിട്ടുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണെന്ത്, കോബ് ഡൗഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. കോബ് ഡൗഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഏതായിരുന്നു, എ കെ ആൽഫ എൽ ബീറ്റ, അല്ലെങ്കിൽ എല്ലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 - ആൽഫ എന്ന് എഴുതാൻ പറ്റും. സോ y ഈസ് ഈക്വൽ ടു എ എന്താണ്, ലെവൽ ഓഫ് ടെക്നോളജി, കെ എന്താണ്, ക്യാപിറ്റൽ, ആൽഫ എന്താണ്, ക്യാപിറ്റലിന്റെ പാരാമീറ്റർ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി, എൽ എന്താണ്, ലേബർ, ബീറ്റ എന്താണ്, ലേബറിന്റെ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി. അതായത് ഇതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഫസ്റ്റ് അസംഷൻ, ദ സോളോ മോഡൽ ഈസ് ബേസ്ഡ് ഓൺ ദ കോബ് ഡൗഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. സെക്കൻഡ് വൺ ആണെന്ത്, ഡിമിനിഷിങ് റിട്ടേൺസ് ടു ക്യാപിറ്റൽ ആൻഡ് ലേബർ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ക്യാപിറ്റലും ലേബറും, അതായത് ഒന്നെങ്കിൽ നമ്മൾ ലേബർ ഫിക്സ് ആക്കി വെച്ചിട്ട് ക്യാപിറ്റൽ മാത്രം ഇൻക്രീസ് ചെയ്യാണ്, ലേബർ ഫിക്സ് ആണ് ക്യാപിറ്റൽ മാത്രം ഇൻക്രീസ് ചെയ്യണം. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ഇൻക്രീസ് ആവും, പക്ഷെ അതൊരു ഡിക്രീസിങ് റേറ്റിലായിരിക്കും. ഓക്കെ, ഇനി അതല്ല, ക്യാപിറ്റൽ ഫിക്സ് ആക്കിയിട്ട് നമ്മൾ ലേബർ മാത്രം ഇൻക്രീസ് ചെയ്യാണ്, ക്യാപിറ്റൽ ഫിക്സ്ഡ് ആണ്, ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ക്യാപിറ്റൽ, വി ആർ ഇംപ്രൂവിങ് ഓൺലി ലേബർ. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, വി ക്യാൻ ഒബ്സർവ് ദാറ്റ് ദർ ഈസ് ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എപ്പോഴാണ് ഉണ്ടാവുക, ക്യാപിറ്റലും ലേബറും നമ്മൾ ഒരേപോലെ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രപ്പോർഷനായിട്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സെയിം ഇൻക്രീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഔട്ട്പുട്ടിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു അസംഷൻ മറക്കരുത്. രണ്ടാമത്തെ മൂന്നാമത്തെയും ക്യാപിറ്റലോ ലേബറോ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഏതെങ്കിലും ഒന്ന് അറ്റ് എ ടൈം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിമിനിഷിങ് റിട്ടേൺസ് ടു ക്യാപിറ്റൽ ഓർ ഡിമിനിഷിങ് റിട്ടേൺസ് ടു ലേബർ കാണാൻ പറ്റും. അതല്ല നമ്മൾ രണ്ടും ഒരുപോലെ ഇമ്പ്രൂവ് ചെയ്യുകയാണ്, ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലോ വി ക്യാൻ സീ ദാറ്റ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ
എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എക്സോജീനിയസ് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് റേറ്റ്. വാട്ട് ഈസ് എക്സോജീനിയസ് ആൻഡ് എൻഡോജീനിയസ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്താണ് എക്സോജീനിയസ്, എന്താണ് എൻഡോജീനിയസ്? എക്സോജീനിയസ് പുറത്തുനിന്ന് വരുന്ന ഫാക്ടേഴ്സ്, എൻഡോജീനിയസ് യെസ് ഉള്ളിൽ യെസ്, നിന്ന് തന്നെ ഉണ്ടാകും. എക്സാക്ട്ലി. എൻഡോജീനിയസ് സേവിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു മാർക്കറ്റിന് അകത്തുള്ള സേവിങ് ആണ് എൻഡോജീനിയസ്. എക്സോജീനിയസ് എന്ന് പറഞ്ഞാലോ അത് പുറത്തുനിന്ന് വരുന്ന ഇൻവെസ്റ്റ്മെന്റും പുറത്തുനിന്ന് വരുന്ന സേവിങ്ങുമാണ്. നമുക്ക് ഹാരോഡ് ഡോമർ മോഡലിൽ ഈ സംഭവം ഇല്ല. കാരണം എന്താണ്? അവർ കംപ്ലീറ്റ്ലി എക്സ്റ്റേണൽ ട്രേഡിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എക്സോജീനിയസ് സേവിങ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യും? ഔട്ട്പുട്ടിൻ്റെ ഒരു ഫ്രാക്ഷൻ നമ്മൾ എന്ത് ചെയ്യും? സേവ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. എപ്പോഴും എന്ത് ചെയ്യും? ഔട്ട്പുട്ടിൻ്റെ ഒരു പോർഷൻ, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്? വൈ ആണ് ഇവിടുത്തെ ഔട്ട്പുട്ട്. ഈ ടോട്ടൽ ഇൻകത്തിൻ്റെ ഫ്രാക്ഷൻ എന്ത് ചെയ്യും? നമ്മൾ സേവ് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. ഈ സേവ് നമ്മൾ ബാങ്കിലിട്ടാൽ എന്ത് ചെയ്യും? വീണ്ടും ഇതെന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യും. ഇത് എപ്പോഴും എന്തുണ്ട്? നമുക്ക് കാണാൻ പറ്റും എന്നർത്ഥം. അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്യുമുലേഷൻ. ക്യാപിറ്റൽ സ്റ്റോക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പ്രൊഡക്ഷൻ ഉണ്ടായി, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായി. അപ്പോൾ ക്യാപിറ്റൽ അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അഡീഷൻ ടു ക്യാപിറ്റലാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മളെ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ 10 ലക്ഷമാണ്. അത് 10 വർഷം കഴിഞ്ഞാലും 10 ലക്ഷമാണോ ഉണ്ടാവുക? അല്ല. അതെന്താണ്? ഡയറക്റ്റ് ആയിട്ടാണ്. അതായത് നമ്മുടെ ഓരോ ഇയറിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റ് ചെയ്തിട്ട് ക്യാപിറ്റലിലേക്ക് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ എക്സോജീനിയസ് പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവും. നമ്മുടെ ആ ഒരു മാർക്കറ്റിലും പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവും, എക്സോജീനിയസ് ആയിട്ട് പുറത്തും പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവും. എൻ എന്ന് പറയുന്ന നമ്പറിലാണ്, അല്ലെങ്കിൽ എൻ എമൗണ്ടിൽ നമുക്ക് എന്തുണ്ടാവും? പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവും. അതും ഒരു പ്രധാനപ്പെട്ട ഇവിടുത്തെ ഒരു അസംഷനാണ്. അതുപോലെ തന്നെ എക്സോജീനിയസ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്. എക്സോജീനിയസ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇന്റേണൽ ആയിട്ട് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഇല്ല, മറിച്ച് എക്സോജീനിയസ് ആയിട്ട്. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി എടുക്കാൻ, ഇന്ത്യയിൽ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അമേരിക്കയിലും അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ ഉണ്ടാകുന്ന ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ത് ചെയ്യും? ഇന്ത്യയെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഇതൊരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അസംഷൻ ആയിരുന്നു. കാരണം എന്താണ്? അമേരിക്കയിലെയും യൂറോപ്പിലെയും മാത്രമാണോ നമുക്ക് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ടാവുക? അല്ല. നമുക്ക് എന്തുണ്ടാവും? ഇന്ത്യയിലും എന്തുണ്ടാവും? ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ടാവും. പക്ഷെ സംഹൗ അത് ഇവർ കൺസിഡർ ചെയ്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഓക്കെ. അപ്പോൾ എക്സോജീനിയസ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്, എക്സോജീനിയസ് പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് ആൾസോ ക്യാപിറ്റൽ അക്യുമുലേഷൻ, ഇതൊക്കെയാണ് എന്ത്? ഇതിലെ പ്രധാനപ്പെട്ട അസംഷൻസ് ആയിട്ട് നമുക്കുള്ളത്. ഇനിയാണ് നമ്മൾ ഇവിടുത്തെ സ്റ്റഡി സ്റ്റേറ്റ് ഇക്വേഷനിലേക്ക് പോകുന്നത്. സോ ഈ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനാണ് എന്ത്? സോളോ ഗ്രോത്ത് മോഡലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ. ഓക്കെ. സോ the core of the solo model is steady state condition where capital per worker, that is called K, and output per worker, that is called Y, remain constant over time. ഒരുപാട് സമയത്തേക്ക്, 1-2 വർഷത്തേക്ക് എന്ത് ചെയ്യും? കെയും വൈയും ഈക്വൽ ആകും എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു ഇക്വേഷൻ, ആ ഒരു അക്യുമുലേഷൻ, അതായത് ഈ ക്യാപിറ്റൽ അക്യുമുലേഷൻ ഇക്വേഷൻ നമ്മൾ എഴുതാണെന്ത്? വെയിറ്റ്. ക്യാപിറ്റൽ അക്യുമുലേഷൻ ഇക്വേഷൻ എഴുതാണ് ഡി കെ ഡിവൈഡഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു, അതായത് നമുക്ക് ഈ ടി എന്താണ്? നമ്മൾ ടൈമിനെയാണ് കേട്ടോ കാണിക്കുന്നത്. അതുപോലെ തന്നെ കെ എന്താണ്? ക്യാപിറ്റൽ വന്നിട്ടുള്ള ചേഞ്ച്, ഈസ് ഈക്വൽ ടു എസ് വൈ. എസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എസ് വൈ എന്താണ്? എനി ഐഡിയ? ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ത്? എസ് വൈ. എസ് വൈ ഈക്വൽ ടു ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്. ഈ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ് ഉണ്ടാവുക? ഈ എസ് എന്താണ്? എസ് സേവിങ് റേറ്റ് ആണ്. വൈ എന്താണ്? ഔട്ട്പുട്ടാണ്. എസ് സേവിങ്, വൈ എന്താണ്? ഔട്ട്പുട്ട്. ഇതാണ് എസ് വൈ. ഇനി ഡോ കെ, ഇത് ഡെൽറ്റയാണ്. ഡെൽറ്റയാണ്. ഡെൽറ്റ കെ ആണെങ്കിലോ? ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഡെൽറ്റ എന്താണ്? ഡിപ്രീസിയേഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഡിപ്രീസിയേഷൻ. അപ്പോൾ ക്യാപിറ്റലിൽ വന്നിട്ടുള്ള ഡിപ്രീസിയേഷൻ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? ക്യാപിറ്റൽ അക്യുമുലേഷൻ്റെ ഇക്വേഷൻ എസ് വൈ മൈനസ് ഡെൽറ്റ കെ. ഡെൽറ്റ എന്താണ്? ഡിപ്രീസിയേഷൻ. എസ് എന്താണ്?
സേവിങ്, വൈ എന്താണ് ഔട്ട്പുട്ട്, ഡെൽറ്റ എന്താണ് ഡിപ്രീസിയേഷൻ, കെ എന്താണ് ക്യാപിറ്റൽ. ഓക്കെ, ഇതാണെന്ത് നമ്മുടെ ക്യാപിറ്റൽ അക്യുമുലേഷൻ റേറ്റ് എന്ന് നമുക്ക് പറഞ്ഞാൽ. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിലേക്ക് പോകാൻ പറ്റും. സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുക എസ് എഫ് ഓഫ് കെ ഈസ് ഈക്വൽ ടു എൻ പ്ലസ് ഡിപ്രീസിയേഷൻ ഹോൾ ഇൻറ്റു കെ എന്നുള്ളതാണ്. എസ് എന്താണ്? സേവിങ് ആണ്. എഫ് ഓഫ് കെ എന്താണ്? ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് ഞാൻ ഇക്വേഷൻ എഴുതുന്നുണ്ട്. ഈസ് ഈക്വൽ ടു എൻ പ്ലസ് ഡെൽറ്റ കെ. ഇതാണ് നമുക്ക് എന്ത് ചെയ്യുക? നമുക്ക് ഇക്വേഷൻ ആയിട്ട് വരിക. ഇനി ഇതിലുള്ള ഓരോന്നും പറയാം. എഫ് ഓഫ് കെ എന്താണ്? എഫ് ഓഫ് കെ ഈസ് ഈക്വൽ ടു, അത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. എഫ് കെ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എഫ് എന്നുള്ളതാണ്. ഔട്ട്പുട്ട് പെർ വർക്കറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എഫ് ഓഫ് കെയിലൂടെ സൂചിപ്പിക്കുന്നത്. ഔട്ട്പുട്ട് പെർ വർക്കർ, എഫ് ഓഫ് കെ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് പെർ ഔട്ട്പുട്ട് പെർ വർക്കർ എന്നോ ഒക്കെ നമുക്ക് പറയാൻ പറ്റും എഫ് ഓഫ് കെ. ഇനി എസ് എഫ് ഓഫ് കെ എന്ന് പറയുന്ന മൊത്തം കാര്യത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ എസ് എഫ് ഓഫ് കെ അത് കാണിക്കുന്ന എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് പെർ വർക്കറാണ്. എഫ് ഓഫ് കെ ആണെങ്കിൽ ഔട്ട്പുട്ട് പെർ വർക്കറാണ്. എസ് എഫ് ഓഫ് കെ ആണെങ്കിലോ ദാറ്റ് ഈസ് കാൾഡ് ഇൻവെസ്റ്റ്മെന്റ് പെർ വർക്കർ. അതുപോലെ തന്നെ ഇനി അതിന് ശേഷമുള്ളത് എൻ പ്ലസ് ഡിപ്രീസിയേഷൻ ഓർ എൻ പ്ലസ് ഡെൽറ്റ ഇൻറ്റു കെ. അതിൽ ഡെൽറ്റ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഡിപ്രീസിയേഷൻ, കെ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ, എൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വർക്കർ അല്ലെങ്കിൽ പോപ്പുലേഷൻ ഒക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ നമുക്ക് പറയാൻ പറ്റുക എന്താണ്? അല്ലെങ്കിൽ ഇതിനെ മൊത്തത്തിൽ നമുക്ക് പറയാൻ പറ്റുക ബ്രേക്ക് ഈവൻ ഇൻവെസ്റ്റ്മെന്റ് പെർ വർക്കർ എന്നുള്ളതാണ്. ബ്രേക്ക് ഈവൻ ഇൻവെസ്റ്റ്മെന്റ് പെർ വർക്കർ, ബ്രേക്ക് ഈവൻ ഇൻവെസ്റ്റ്മെന്റ് പെർ വർക്കർ. അപ്പോൾ എൻ, ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സാധനമാണത്. ഒന്ന് എൻ എന്താണ്? പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്. ഡെൽറ്റ എന്താണ്? ഡിപ്രീസിയേഷന്. എസ് ഓഫ് എഫ് കെ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് പെർ വർക്കർ. എൻ പ്ലസ് ഡെൽറ്റ ഇൻറ്റു കെ ഏതാണ്? ബ്രേക്ക് ഈവൻ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഇങ്ങനെ ഉള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് ആയിട്ട് പറയുക. ഇനി ഈ സ്റ്റഡി സ്റ്റേറ്റിൽ നമുക്ക് 2 പോയിന്റ് ആണുള്ളത്. ഒന്ന്, ഫസ്റ്റ് പോയിന്റ് ആണെന്ത്? റീപ്ലേസിങ് ഡിപ്രീഷിയേറ്റഡ് ക്യാപിറ്റൽ. നമ്മൾ എന്തിനാണ് ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുന്നത്? ഡിപ്രീഷിയേറ്റഡ് ക്യാപിറ്റലിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ക്യാപിറ്റൽ എന്ത് ചെയ്യും? കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡിപ്രീസിയേഷൻ സംഭവിക്കും അല്ലേ? അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ സംഭവിച്ച ക്യാപിറ്റലിനെ ഒന്നും കൂടി റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി, ഒന്നും കൂടി റിന്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ്മെന്റ് യൂസ് ചെയ്യുക. ജസ്റ്റ് സൈഡിൽ എഴുതുന്നുണ്ട് ആ 2 പോയിന്റുകൾ. ഈ ഒരു പോയിന്റ് പറയുന്നത്, ഒന്ന് റീപ്ലേസിങ് ഡിപ്രീഷിയേറ്റഡ് ക്യാപിറ്റൽ. ഇൻവെസ്റ്റ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണെന്ത്? റീപ്ലേസിങ് ഡിപ്രീഷിയേറ്റഡ് ക്യാപിറ്റൽ എന്നുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ നമ്മളിവിടെ പറയുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവും അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷൻ ഇവിടുത്തെ ഇൻവെസ്റ്റ്മെന്റിന്റെ കേസ് പറയാട്ടോ. രണ്ടാമതായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്തിനാണ്? എക്യുപ്പിംഗ് ന്യൂ വർക്കേഴ്സ്. എക്യുപ്പിംഗ് ന്യൂ വർക്കേഴ്സ്. പുതിയ വർക്കേഴ്സ് വരുമ്പോൾ പോപ്പുലേഷൻ ഗ്രോത്ത് നമ്മൾ പറഞ്ഞു. എൻ എന്താണ്? പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. ഡെൽറ്റ എന്താണ്? ഡിപ്രീസിയേഷൻ ആണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കേണ്ടി വരുന്നത് എന്നർത്ഥം, സോളോ മോഡൽ പ്രകാരം. ഓക്കെ, അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് ഇക്വേഷൻ ഏതാണ്? എസ് എഫ് ഓഫ് കെ ഈസ് ഈക്വൽ ടു എൻ പ്ലസ് ഡെൽറ്റ ഇൻറ്റു ഹോൾ കെ എന്നുള്ളതാണ്. ഇനി സോളോ മോഡലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇംപ്ലിക്കേഷൻ ആണെന്ത്? ഒന്ന്, കൺവേർജൻസ് ഹൈപ്പോത്തിസിസ്. അതായത് നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നത് ഈ കൺവേർജൻസ് ഹൈപ്പോത്തിസിസ്. ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ഹിസ്റ്ററി പറയാട്ടോ. നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും തകർന്ന് നാശമായ കൺട്രി ഏതാണ്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും ഡിസാസ്റ്റർ അനുഭവിച്ച കൺട്രി ഏതാണ്? നമ്മളൊക്കെ പലപ്പോഴും ആ കൺട്രിയെ ഒരു ദിവസമായിട്ടൊക്കെ ആചരിക്കാറുണ്ട്, ആ ഒരു വിഷയത്തൊക്കെ. ആ കൺട്രിയിൽ അന്ന് ഉണ്ടായൊരു വിഷയം ഉണ്ടായിരുന്നു. ആ കൺട്രി ആകെ തകർന്നു പോയൊരു സിറ്റുവേഷൻ. കേട്ടില്ല?
ജപ്പാനാണോ? യെസ്, ജപ്പാനാണ് എന്ത് ചെയ്തത്. നമ്മൾ ബോംബിട്ട ആറ്റം ബോംബിട്ട കേസൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, ജപ്പാൻ ആകെ തകർന്നു പോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നവും പറ്റാത്ത കൺട്രീസ് ഏതൊക്കെയാണ്? അമേരിക്ക, UK പോലെയുള്ള കൺട്രീസ് ആണ്. പക്ഷേ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നമ്മൾ കണ്ടൊരു ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യട്ടോ. നമ്മളെ മാർജിനൽ റവല്യൂഷൻ യൂണിവേഴ്സിറ്റിയിൽ നല്ലൊരു കണ്ടന്റ് ഉണ്ട് അതിൻ്റെ, അവരിത് ആനിമേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കൺട്രീസിൻ്റെ ഗ്രോത്ത് റേറ്റ് പരിശോധിക്കുന്ന സമയത്ത് ജപ്പാന്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഒറ്റ കയറ്റമാണ്. US അല്ലെങ്കിൽ ആ ഒരു വാറിൽ ഗെയിൻ ഉണ്ടാക്കിയ കൺട്രീസ് ഇങ്ങനെയാണ്, ചില കൺട്രീസ് ഇങ്ങനെയാണ്. അതായത് US-ൻ്റെയും UK-ൻ്റെയും ഒക്കെ ഗ്രോത്ത് റേറ്റ് എന്താണ്, ഈക്വൽ ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് ഡിക്രീസ് ആയിട്ടൊക്കെ പോകുമ്പോൾ ജപ്പാൻ പോലെയുള്ള ഏറ്റവും തകർന്ന കൺട്രീസിൻ്റെ കേസ് എന്താണ്, ഒറ്റയടിക്ക് ഉയർന്നു പൊന്തുകയാണ്. അതിൻ്റെ ഒരു റീസൺ ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ജസ്റ്റ് നിങ്ങളുടെ ഒരു ഐഡിയ കേട്ടോ, എന്തുകൊണ്ടായിരിക്കും ഈ ഒരു യുദ്ധത്തിൽ തകർന്ന കൺട്രി ഇത്രയും നല്ലൊരു പുരോഗമനം കാണിക്കാനുള്ള കാരണം എന്നുള്ളത് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ഐഡിയ പറഞ്ഞാൽ മതി കേട്ടോ. കൂടുതൽ ക്യാപിറ്റൽ വന്നതുകൊണ്ടാണോ സർ? ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും ആണോ? അതായത് ഇപ്പോൾ ഒരു ജപ്പാനൊക്കെ ഓൾറെഡി ആകെ തകർന്നിരിക്കല്ലേ, അവർക്ക് ആ സമയത്ത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഒന്നും ഇല്ല. അതൊക്കെ അമേരിക്കയിലാണുള്ളത്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഒരു റീസൺ ആവണമായിരുന്നെങ്കിൽ അത് അമേരിക്കയാണ് ഡെവലപ്പ് ആവേണ്ടിയിരുന്നത്. പക്ഷെ ഓപ്പോസിറ്റ് ആയിട്ട് ജപ്പാനാണ് ആ സമയത്ത് എന്ത് ചെയ്യുന്നത്, ഹൈ ഗ്രോത്ത് റേറ്റ് ഉണ്ടാവുന്നത്. ഇനി ഐഡിയ നയിമ? അമേരിക്ക ഓൾറെഡി ഡെവലപ്ഡ് ആയ കൺട്രി അല്ലേ? ജപ്പാൻ അങ്ങനെയാണെങ്കിലും ഡെവലപ്പിംഗ് ആകുമ്പോൾ അവരുടെ ഗ്രോത്ത് റേറ്റ് പക്ഷെ അങ്ങനെയാണെങ്കിലും അവർക്ക് ഡെവലപ്പിംഗ് വേണ്ടേ? ഫാസ്റ്റ് ജപ്പാൻ ഓൾറെഡി ഒന്നും ഇല്ലാതെ കിടക്കുകയല്ലേ. ഓക്കെ, അതിൻ്റെ റീസൺ ആണെന്ത്, ക്യാപിറ്റൽ അലോക്കേഷനിൽ വരുന്ന ഒരു റീസൺ. ഞാൻ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. നമ്മൾ കർഷകരാണ്, ഞാനൊരു കർഷകനാണ്, എനിക്ക് എന്തുണ്ട്, ഒരു 10 സെൻറ്റ് സ്ഥലമുണ്ട്. ഓക്കെ, ഞാൻ ഒരു ട്രാക്ടർ വാങ്ങി, ഒറ്റ ട്രാക്ടർ വാങ്ങി, ഒരു ട്രാക്ടർ വാങ്ങിട്ടോ. എനിക്ക് ഈ ട്രാക്ടറിന് എന്തുണ്ടാവും, ഞാൻ വാങ്ങിയ ഒരു ട്രാക്ടറിന് നല്ല എഫിഷ്യൻസി ഉണ്ടാവും. കാരണം എന്താ, എൻ്റെ കയ്യിൽ ഒറ്റ ക്യാപിറ്റലേ ഉള്ളൂ. ഞാൻ അതിനെന്ത് ചെയ്യും, നമ്മൾ ചൂഷണം ചെയ്യാന്നൊക്കെ പറയൂലേ, അല്ലെങ്കിൽ എക്സ്ട്രീമിൽ ഞാൻ എന്ത് ചെയ്യും, ആ ഒരു ട്രാക്ടറിനെ യൂസ് ചെയ്യും. ഞാൻ രണ്ടാമതൊരു ട്രാക്ടർ വാങ്ങി, ഒരു പക്ഷെ ഞാൻ അതിനെയും മെയിൻറ്റെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, അടിപൊളിയാക്കിയിട്ട് യൂസ് ചെയ്യും. മൂന്നാമത് വാങ്ങി, നാലാമത് വാങ്ങി, അഞ്ചാമത് വാങ്ങി, 6, 7, 8, 9, 10. ഇപ്പം എന്തായി, 10 ട്രാക്ടറായി. ഇപ്പം നമുക്ക് ആദ്യം പറഞ്ഞ പോലെയുള്ള പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുമോ? ഒരൊറ്റ ട്രാക്ടർ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്ടിവിറ്റി 10 ട്രാക്ടറിനെ നമ്മൾ ആവറേജ് ചെയ്താൽ കിട്ടുമോ? ഇല്ല. അതായത് നമുക്ക് പുതുതായിട്ടൊരു ക്യാപിറ്റൽ കിട്ടുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും, ആ ഒരു ക്യാപിറ്റലിനെ പരമാവധി യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് നേരത്തെ ഇതിൻ്റെ ഏകദേശം ഒരു ആൻസർ നഈമ പറഞ്ഞിരുന്നു. അതായത് ജപ്പാന് സംഭവിച്ചെന്താ വെച്ചാൽ, ജപ്പാന് ഇത് അമേരിക്കൻ്റെ കേസാണ്. അമേരിക്കക്ക് ഓൾറെഡി 10 ട്രാക്ടർ ഉണ്ട്, അവർ ഓൾറെഡി ഡെവലപ്ഡ് ആണ്. സ്വാഭാവികമായിട്ടും അതിനെ അലോക്കേറ്റ് ചെയ്യാൻ അമേരിക്കക്ക് പറ്റുന്നില്ല. പക്ഷേ ജപ്പാൻ്റെ കേസ് എന്താണ്, അവർ ഇൻഫ്രാസ്ട്രക്ചർ മൊത്തം അണുബോംബ് വന്ന് പൊട്ടിപ്പോയി കിടക്കുകയാണ്. അവർ ഒരു ട്രാക്ടർ വാങ്ങിയാൽ ദേ ക്യാൻ യൂസ് ദ ട്രാക്ടർ ഇൻ വെരി എഫിഷ്യൻറ്റ് വേ. ആ ഒരൊറ്റ ട്രാക്ടറിൽ നിന്ന് എന്ത് ചെയ്യും, അവർക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടും. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്, ഈ ഒരു ഇതിനാണ് നമ്മൾ കൺവേർജൻസ് എന്ന് പറയാം, കൺവേർജൻസ് എന്ന് പറയാം. ഓക്കെ, സോ കൺവേർജൻസ് ഹൈപ്പോത്തിസിസ് പ്രകാരം എ കൺട്രീസ് വിത്ത് ലോവർ ഇനീഷ്യൽ ക്യാപിറ്റൽ വിൽ ഗ്രോ ഫാസ്റ്റർ ദെൻ ദോസ് വിത്ത് ഹയർ ക്യാപിറ്റൽ. ഇതാണ് അമേരിക്കക്കും ജപ്പാനൊക്കെ സംഭവിച്ചത്. ജപ്പാൻ എന്താണ്, ലോവർ ക്യാപിറ്റലാണുള്ളത്. അപ്പോൾ അവർക്ക് ഈ ക്യാപിറ്റൽ വെച്ചിട്ട് എന്ത് ചെയ്യും, മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഗ്രോ ഫാസ്റ്റർ ചെയ്യാൻ പറ്റും. സോ ഇത് ചോദിച്ചോ. നമുക്കിപ്പോ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ട്, അതിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് കൂടുതൽ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ ഒരു ട്രാക്ടർ പക്ഷെ എപ്പോഴും നമുക്ക് എന്തുണ്ടാവാറ് ശിവ, നമുക്ക് ഇൻഎഫിഷ്യൻസി വരും എന്നുള്ളതാണ്. തിയററ്റിക്കലി നീ പറഞ്ഞത് ഓക്കെയാണ്, നമുക്ക് അത്രയും എഫിഷ്യൻ്റ് ആണെങ്കിൽ
എല്ലാ ഡെവലപ്ഡ് കൺട്രീസിനും എന്ത് ചെയ്യും ഇപ്പോഴും നല്ല ഗ്രോത്ത് റേറ്റ് ഉണ്ടാവും. പക്ഷെ അതിൽ നമ്മൾ ഇന്നെഫിഷ്യൻ്റ് ആണ് നമ്മൾ. നമുക്കത് നമ്മളൊരു ഹ്യൂമൻ നേച്ചർ ഇല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത്രയും സാധനം ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് വലിയ കമ്പനി പൊട്ടിപ്പോകുന്നത്? ടേക്ക് എൻ എക്സാമ്പിൾ ബൈജൂസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുള്ളൂ ബൈജൂസിനെ കുറിച്ചിട്ട്. മലയാളിയായിരുന്നു ബൈജൂസ് അല്ലേ. നമ്മളൊക്കെ ഇപ്പോൾ നമ്മളല്ല സോറി, ഞാനൊക്കെ ഒരു 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് 2013 ഈ ബൈജൂസ് ഭയങ്കര ഹിറ്റ് ആവുന്നത്. ഒരു മലയാളിയാണ് അന്നൊരു ടാബ്ലറ്റ് ഒക്കെ ബൈജൂസ് ഇറക്കി, അത് വൻ ഹിറ്റായിരുന്നു. അവരെന്ത് ചെയ്തു, IPL സ്പോൺസർ ചെയ്തിട്ടുണ്ട്, വേൾഡ് കപ്പ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. വൺ ഓഫ് ബിഗ്ഗസ്റ്റ് കമ്പനി, ബിഗ്ഗസ്റ്റ് ടൈക്കൂൺ, മാർക്കറ്റിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസർച്ചേഴ്സിനെ വെച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കണ്ടന്റ് കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് മാനേജ്മെന്റ് ഉള്ള കമ്പനിയാണ് ബൈജൂസ് ഫസ്റ്റ് എന്താ അത്രയും ഫാസ്റ്റിൽ ഗ്രോ ചെയ്തത്? ദേ ആർ സ്റ്റാർട്ടിങ് ഫ്രം ദ ബിഗിനിങ്, റൈറ്റ്. പിന്നെ ബൈജൂസ് എന്താണ് പൊട്ടിപ്പോയത്? മാനേജിൽ ഇന്നെഫിഷ്യൻസി. അതായത് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഏത് കമ്പനി ആണെങ്കിലും ഏത് കൺട്രി ആണെങ്കിലും എന്ത് ചെയ്യും, അവർക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ പണ്ടൊക്കെ നമ്മൾ കഥ കേൾക്കൂലേ, നമ്മുടെ ഈ ആമയും മുയലും ഓട്ട മത്സരം നടത്തുന്നത്. ആക്ച്വലി ജയിക്കേണ്ടതാരാ? മുയലാണ്. പക്ഷെ മുയൽ എന്തുകൊണ്ടാണ് തോറ്റു പോകുന്നത്? കുറെ കഴിഞ്ഞപ്പോൾ മുയലിന് തോന്നുന്നത് ആമ ഇവിടെ എത്തൂലെന്ന് കരുതും. പക്ഷെ ആമ എന്തായി, കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോയി ആമ ജയിച്ചു, മുയൽ കിടന്നുറങ്ങി. അപ്പൊ ഇതേ കേസ് എല്ലായിടത്തും സംഭവിക്കും എന്നുള്ളതാണ്. പുവർ കൺട്രീസിന് അവർക്ക് ദർ ഈസ് നോ അതർ ഓപ്ഷൻ. ഗവൺമെന്റിന് ഉള്ള റിസോഴ്സസ് മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളേ ഉള്ളൂ. സോ ദേ ട്രൈ ദിയർ ബെസ്റ്റ്, ദേ ട്രൈ ദിയർ മാക്സിമം ടു ഗെറ്റ് ദ ഗുഡ് ഔട്ട് ഓഫ് ദ ക്യാപിറ്റൽ. അവർക്കുള്ള ക്യാപിറ്റലിൽ നിന്ന് അവരെന്ത് ചെയ്യും, മാക്സിമം ബെനിഫിറ്റ് എടുക്കാൻ നോക്കും. അതുകൊണ്ടാണ് പുവർ കൺട്രീസ് എന്ത് ചെയ്യുന്നത്, വളരെ വേഗം ഡെവലപ്ഡ് ആവുന്നതും റിച്ച് കൺട്രീസിന്റെ ഡെവലപ്മെന്റ് പ്രോസസ്സ് സ്ലോ ആയി മാറുന്നതും എന്നർത്ഥം. ഓക്കെ ശിവ, സർ. പറ, ഓക്കെ ആണോ അത്? ഓക്കെ ആണ് സർ. ഓക്കെ. ഇനി അടുത്തതാണ് എന്ത്, റോൾ ഓഫ് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ പറഞ്ഞു എന്ത്, ഹയർ സേവിങ്. ഈ സേവിങ് എപ്പോഴും എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? സേവിങ് ലീഡ്സ് ടു ഇൻവെസ്റ്റ്മെന്റ്. സേവിങ് എന്ത് ചെയ്യും, ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറും എന്നുള്ളതാണ്. സോ ഹയർ സേവിങ് എന്ത് ചെയ്യും, ഹയർ സ്റ്റഡി സ്റ്റേറ്റ് ക്യാപിറ്റലും ഹയർ ഔട്ട്പുട്ട് വർക്കറും ഉണ്ടാവും. പക്ഷെ അതേസമയം നമ്മൾ സേവിങ് മാത്രം ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ, അതൊരു ഷോർട്ട് ടേം അല്ലെങ്കിൽ ടെമ്പററി ഗ്രോത്ത് ആണ്. ലോങ് ടേം ഗ്രോത്ത് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യൽ എന്തിനെയാണ്? ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിനെയാണ്. ലോങ് ടേം ഗ്രോത്ത് ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിനെയാണ്. സേവിങ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഒബ്സർവ് ഷോർട്ട് ടേം ഗ്രോത്ത് അല്ലെങ്കിൽ ടെമ്പററി ഗ്രോത്ത് ഉണ്ടാവും. പക്ഷെ ലോങ് ടേം ഗ്രോത്ത് എപ്പോഴും എന്താണ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ or ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടെക്നോളജിക്കൽ പ്രോഗ്രസ്. അതുപോലെ തന്നെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് റെഡ്യൂസ്, പെർ ക്യാപിറ്റ ഇൻകത്തിന് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞു പെർ ക്യാപിറ്റ ഇൻകം എന്താണെന്നുള്ളത്, GDP ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ആണെന്ത്, പെർ ക്യാപിറ്റ ഇൻകം. ഓക്കെ, അപ്പോൾ പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പെർ ക്യാപിറ്റ ഇൻകം കുറയും. ക്യാപിറ്റൽ എന്ത് ചെയ്യും, ഒരുപാട് വർക്കേഴ്സിൻ്റെ അടുത്തേക്ക് എത്തണം. അപ്പോൾ ഹയർ ബർത്ത് റേറ്റ് ഉള്ള കൺട്രീസിൽ എന്ത് ചെയ്യും, ദേ നീഡ് ടു സേവ് മോർ. ലോ ബർത്ത് റേറ്റ് ഉള്ള കൺട്രീസിലോ ലോ പോപ്പുലേഷൻ ഉള്ള കൺട്രീസിലോ ദേ ഹാവ് ടു സേവ് വെരി ലെസ്. അപ്പോൾ ഈ പോപ്പുലേഷൻ ഗ്രോത്തിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ്. അതുപോലെ തന്നെ ടെക്നോളജിക്കൽ പ്രോഗ്രസിൻ്റെ കേസ്, അതായത് ഇവിടെ നമ്മൾ പറഞ്ഞത് ക്യാപിറ്റൽ അക്യുമുലേഷൻ എന്തുണ്ട്, ഡിമിനിഷിങ് റിട്ടേൺ ആണ് അല്ലേ. ക്യാപിറ്റൽ എന്തുണ്ടായും, ഡിപ്രീസിയേഷൻ വരും, ഡിമിനിഷിങ് റിട്ടേൺസ് വരും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ നമുക്ക് ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഗ്രാഫ് എടുക്കാഞ്ഞത്. ഓക്കെ, നമ്മൾ ഇങ്ങനെ പോകും, ഒരു പോയിന്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ഡിമിനിഷിങ് വരും. അപ്പം ഇവിടെ നിന്ന് ഇനിയും നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. വി നീഡ് മോർ ടെക്നോളജി ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും അത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എന്താ ഉള്ളത്, എക്സോജീനിയസ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണ് സോളോ മോഡൽ കൺസിഡർ ചെയ്തത്, നോട്ട് എൻഡോജീനിയസ്. ആ ഒരു കൺട്രിയിലുള്ള ടെക്നോളജി അല്ല, മറിച്ച് വിദേശത്തു നിന്നുള്ള ടെക്നോളജീസ്. ഇനി ഇതിലെ ഏറ്റവും ലിമിറ്റേഷൻസ് ആണ് എന്ത്, ഒന്ന് ടെക്നോളജി ഈസ് എക്സോജീനിയസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മോഡലുള്ള ടെക്നോളജി എന്താണ്, ഔട്ട്സൈഡ് ദ ഇക്കണോമിക് സിസ്റ്റം ആണ്. പക്ഷെ റിയൽ വേൾഡിൽ നമുക്ക്
ഔട്ട്സൈഡ് ദ ഇക്കണോമിക് സിസ്റ്റം ആണോ ടെക്നോളജി ഉള്ളത്? അല്ല. നമുക്ക് മോഡേൺ ഗ്രോത്ത് തിയറീസ് ഒക്കെ എന്താണ്? ദേ ആർ എൻഡോജീനിയസ് ഗ്രോത്ത് തിയറീസ്. അതായത് ഓൾറെഡി എന്ത് ചെയ്യും, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് അവർ, അതായത് സിസ്റ്റത്തിനകത്ത് തന്നെ അവരെന്ത് ചെയ്യും, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് പറയും. അതുപോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ, ഇവർ എഡ്യൂക്കേഷന്, സ്കില്ല്, ഹ്യൂമൻ ക്യാപിറ്റൽ ഇതൊന്നും എന്തിലില്ല, ഫസ്റ്റ് സോളോ മോഡലില്ല. പക്ഷെ പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, മാങ്ക്യൂവ്, റോമർ പോലെയുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ തിയറീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, സോളോ മോഡലിനെ അപ്ഡേറ്റ് ചെയ്തു. ഇതിൽ മാങ്ക്യൂവിൻ്റെയും റോമറിൻ്റെയും പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ലോകത്തെ ഏറ്റവും കൂടുതൽ മാക്രോ ഇക്കണോമിക്സിൽ യൂസ് ചെയ്യുന്ന പുസ്തകങ്ങളാണെന്ത്, മാങ്ക്യൂവിൻ്റെ പുസ്തകവും റോമറിൻ്റെ പുസ്തകവും. റോമറിൻ്റെ ഒരു അഡ്വാൻസ്ഡ് മാക്രോ ഇക്കണോമിക്സ് ഉണ്ട്, ഐ തിങ്ക് ഇതെൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. യെസ്, എൻ്റെ കയ്യിലുണ്ട് റോമറിൻ്റെ പുസ്തകം. ഫുൾ മാത്തമാറ്റിക്സ് ആണ്, അത്യാവശ്യം നല്ല പണിയാണ്. മാങ്ക്യൂ ആവുമ്പോൾ ഒന്നും കൂടി വെൽ എക്സ്പ്ലെയിനഡ് ആണ്, വെൽ എക്സ്പ്ലെയിനഡ്. ഓക്കെ, സോ ഇവർ രണ്ടുപേരുണ്ടാക്കിയ, അല്ലെങ്കിൽ അതുപോലെ തന്നെ വെയിൽ മോഡൽ, ഇതൊക്കെ ഹ്യൂമൻ ക്യാപിറ്റലിനെ നമ്മുടെ സോളോ മോഡലിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള തിയറീസ് ആണ്. അപ്പോൾ രണ്ട് ലിമിറ്റേഷൻസ്, ഒന്ന് ടെക്നോളജി എക്സോജീനിയസ് ആയിട്ടാണ് പറഞ്ഞത്, പക്ഷേ ആക്ച്വലി ടെക്നോളജി എന്തല്ല, എക്സോജീനിയസ് അല്ല. മോഡേൺ തിയറീസ് ഒക്കെ എൻഡോജീനിയസ് ഗ്രോത്ത് തിയറീസ് ആണ്. ടെക്നോളജി നമ്മുടെ കൺട്രിയിൽ ഉണ്ടാവും എന്നുള്ളതാണ്. രണ്ട്, ഹ്യൂമൻ ക്യാപിറ്റൽ എന്ത് ചെയ്തിട്ടില്ല, ഇവർ റോൾസ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് സേവിങ് റേറ്റ്, സേവിങ് ഒരുപോലെയാണ് എന്നുള്ളതാണ് നമ്മുടെ സോളോ മോഡൽ പറഞ്ഞത്. പക്ഷേ ആക്ച്വലി സേവിങ് ഒരുപോലെയാണോ? പോളിസിക്ക് അനുസരിച്ച്, ടാക്സ് പോളിസിക്ക് അനുസരിച്ച്, ഇൻകത്തിനനുസരിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സേവിങ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് ഇംപെർഫെക്ഷൻ, ഇവിടെ എന്തില്ല, ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രസൻസോ, കറപ്ഷനോ, ഇൻഫ്രാസ്ട്രക്ചർ, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ കേസസ് ഉണ്ട് അല്ലേ? ഗവൺമെൻറ് ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യൂലേ? ആ ഒരു കൺട്രി നല്ല കറപ്റ്റഡ് കൺട്രി ആണെങ്കിൽ അത് ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യൂലേ? ഇതൊന്നും ഇവരെന്ത് ചെയ്തിട്ടില്ല, തീരെ കൺസിഡർ ചെയ്തിട്ടില്ല നമ്മുടെ തിയറിയിൽ. അതുപോലെ തന്നെ ഷോർട്ട് ടേം ഫ്ലക്ച്വേഷൻസ്, അതായത് ബിസിനസ് സൈക്കിള്, ഇൻഫ്ലേഷൻ, ഇതൊക്കെ എന്താണ്, ഷോർട്ട് ടേം ഫ്ലക്ച്വേഷൻസ് ആണ്. ബിസിനസ് സൈക്കിള് നമുക്ക് എന്തുണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും, പീക്ക് ഉണ്ടാവും, ബൂം ഉണ്ടാവും, ഒക്കെ നമുക്ക് ഉണ്ടാവില്ലേ? ഇതൊന്നും നമ്മുടെ സോളോ മോഡലിനെ പറഞ്ഞിട്ടില്ല. അതുപോലെ ഇൻഫ്ലേഷൻസ്, ചേഞ്ചസ് ഇൻ ദ വാല്യൂ ഓഫ് മണി, ഇൻഫ്ലേഷൻസും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇതിൽ തീരെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഏറ്റവും ലാസ്റ്റിലേക്ക് നമ്മൾ പോവാണ്. ഇതുവരെ പറഞ്ഞത് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹാരോഡ് മോഡൽ ആൻഡ് ദ സോളോ മോഡൽ. ജസ്റ്റ് ഇതുവരെ പറഞ്ഞത് ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്തതാണ്. ഒന്ന്, ഹാരോഡ് ഡോമറിൽ എന്താണ്, സേവിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റുമാണ് ഹാരോഡ് ഡോമർ മോഡലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേസ്. ഏറ്റവും പ്രധാനം എന്താണ്, സേവിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും ആണ്. ഹാരോഡ് ഡോമറിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുക, കീ ഡിറ്റർമിനൻ്റ് ഓഫ് ഗ്രോത്ത് എന്താണ്, സേവിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും ആണ്. സോളോ ഗ്രോത്ത് മോഡൽ എന്താണ്, സേവിങ്ങിനും ഇൻവെസ്റ്റ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, പക്ഷെ അതേസമയം അവിടെ എന്തുണ്ട്, ഡിമിനിഷിങ് റിട്ടേൺസ് ഉണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലിനടക്കം ഡിമിനിഷിങ് റിട്ടേൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സേവിങ്സിനപ്പുറത്തേക്ക് നമ്മൾ ടെക്നോളജി ഉണ്ട്, ദെൻ പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ട്, ദെൻ ഐഡിയാസ് ഉണ്ട്. ഇങ്ങനെ കുറേ കേസസും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ലേബർ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ക്യാപിറ്റലിനെയും ലേബറിനെയും സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ പറ്റില്ല. വിച്ച് മീൻസ് ക്യാപിറ്റലിന് പകരം ലേബറിനെയും, ലേബറിന് പകരം ക്യാപിറ്റലിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സോളോ ഗ്രോത്ത് മോഡലിലോ അലോ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇവിടെ എന്ത് ചെയ്ത് ഡിമിനിഷിങ് റിട്ടേൺസ് ഉണ്ട്. നമ്മൾ ക്യാപിറ്റൽ മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ക്യാപിറ്റൽ മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവും, ഡിമിനിഷിങ് റിട്ടേൺസ് ഉണ്ടാവും. ഡിമിനിഷിങ് റിട്ടേൺസ് ഉണ്ടായാൽ ആ ഡിമിനിഷിങ് റിട്ടേൺസിനെ മറികടക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ലേബറിനെയും കൂടി ആഡ് ചെയ്യേണ്ടി വരും, ടെക്നോളജി ആഡ് ചെയ്യേണ്ടി വരും, ഐഡിയാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ എന്തുണ്ട്, എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഹാരോഡ് ഡോമർ മോഡലിൽ ദർ ഈസ് നോ ടെക്നോളജിക്കൽ പ്രോഗ്രസ്, നമ്മളതിൻ്റെ ലിമിറ്റേഷൻ ആയിട്ടത് പറഞ്ഞു. സോളോ മോഡലിൽ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ട്, പക്ഷെ അതെന്താണ്, എക്സോജീനിയസ് ആണ്, നോട്ട് എൻഡോജീനിയസ്. ഇവിടെ എന്തുണ്ട്, ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ട്. അതുപോലെ സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്തിൽ, സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് എന്താണ്, അൺസ്റ്റേബിൾ ആണ്. നമ്മൾ വാറന്റഡ് ഗ്രോത്ത് റേറ്റ് പറഞ്ഞില്ലേ, വാറന്റഡ് ഗ്രോത്ത് റേറ്റും ആക്ച്വൽ ഗ്രോത്ത് റേറ്റും നാച്ചുറൽ ഗ്രോത്ത് റേറ്റും, അത് മൂന്നും ഈക്വലാകുന്ന സമയത്താണ് നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്ത് റേറ്റ് കിട്ടുക. പക്ഷെ അതെന്താണ്, ഹൈലി അൺസ്റ്റേബിൾ ആണ്. പക്ഷേ സോളോ മോഡലാണെങ്കിലോ ക്യാപിറ്റൽ അക്യുമുലേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോളോ ഗ്രോത്ത് മോഡലിൽ ക്യാപിറ്റൽ അക്യുമുലേഷനിലൂടെ നമുക്ക് സ്റ്റഡി സ്റ്റേറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പോളിസിയിലാണെങ്കിൽ, ഹാരോഡ് ഡോമർ മോഡലിലാണെങ്കിൽ നല്ല സേവിങ് നമ്മൾ ഉണ്ടാക്കിയാൽ മതി, ഗ്രോത്ത് റേറ്റ് കൂടിക്കോളും എന്നുള്ളതാണ്.
ഹാരോ ഡോമർ മോഡലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഇംപ്രൂവ് ദ സേവിങ് റേറ്റ്, ഇറ്റ് വിൽ ഇംപ്രൂവ് ദ ഗ്രോത്ത് റേറ്റ്. പക്ഷേ സോളോ ഗ്രോത്ത് മോഡലാണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യണം? ടെക്നോളജിക്കൽ പ്രോഗ്രസ് കമ്പൽസറി ആണ്. കാരണം നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ഈസ് ജസ്റ്റ് ഫോർ ഷോർട്ട് റൺ ഓർ ഷോർട്ട് ടേം. അത് എന്ത് ചെയ്യും? ഡിപ്രീസിയേഷൻ സംഭവിക്കും, ക്യാപിറ്റലിന് റിട്ടേൺസ് ടു സ്കെയിൽ വരും. അതിനെ മറികടക്കണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്. ഇതാണെന്ത്? ഹാരോഡ് ഡോമർ മോഡലും സോളോ ഗ്രോത്ത് മോഡലും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസസ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കട്ടോ. പറ. സർ പറഞ്ഞില്ലേ ഹാരോ ഡോമർ മോഡൽ കെനീഷ്യൻ ഫ്രെയിംവർക്ക് ആണെന്ന്? അതെ. പിന്നെ അതിന്റെ അസംഷനിൽ എന്താ ഫുൾ എംപ്ലോയ്മെന്റ് ഗവൺമെന്റിന്റെ റെഗുലേഷൻ ഇല്ല അത് ആ ഗ്രോത്ത് മോഡലിന്റെ അസംഷൻ ആണത്. അതായത് നമ്മൾ കെയ്നീഷ്യൻ എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി കെയ്നീഷ്യൻ തിയറി എന്നല്ല അർത്ഥം. അത് കെയ്നീഷ്യൻ ഫ്രെയിംവർക്ക് ആണ്. അത് ഒരു മെത്തഡോളജി ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഇസ്ലാമിക് സ്റ്റഡീസിലൊക്കെ നമ്മൾ ഫിഖ് പറയൂലേ, മദ്ഹബുകളൊക്കെ പറയൂലേ, അതൊരു മെത്തഡോളജിയാണ്. ഒരു മദ്ഹബ് ഫോളോ ചെയ്ത് നമ്മൾ ആ മദ്ഹബിനനുസരിച്ച് എന്ന് പറയും. ഇതൊരു മെത്തഡോളജിയാണ്. ഇപ്പം നിങ്ങൾ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ അറിയോ? നിങ്ങൾ ഇപ്പോൾ ലോകത്ത് ഇപ്പം നമ്മൾ ക്ലാസിക്കൽസ്, കെയ്നീഷ്യൻസ് ഒക്കെ നമ്മൾ പറയും. കറൻ്റ്ലി നമ്മുടെ ലോകത്തുള്ളത് ഏതാ? ക്ലാസിക്കലാണോ കെയ്നീഷ്യനാണോ? ഏതാണ് ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ ലോകത്തുള്ളത്? നിയോ ക്ലാസിക്കലാണോ? നിയോ ക്ലാസിക്കലാണ് ഇപ്പോൾ ലോകത്തുള്ളത്. ഈ നിയോ ക്ലാസിക്കലിൻ്റെ ഐഡിയ എന്താ? നോ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. പക്ഷെ നമ്മുടെ ഏതെങ്കിലും ഇക്കോണമിയിൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇല്ലാത്തതുണ്ടോ? ഇല്ല. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എക്സാക്ട്ലി അതേ അസംഷൻസ് ഉണ്ടാവണമെന്നല്ല. ഈ ഒരു മോഡൽ വർക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? കുറേ നമ്മൾ ഈ സാറ്ററസ് പാരിബസ് എന്നൊക്കെ പറയൂലേ, നമ്മൾ ഡിമാൻഡ് തിയറി എങ്ങനെ പറയലേ? ഡിമാൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് പ്രൈസ്. ഇതാണ് ഡിമാൻഡ് തിയറി. പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും. ഇതാ നമ്മൾ പറയുള്ളൂ. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, ടെക്നോളജി, അപ്പോൾ ഇതൊക്കെ എവിടെയാണ്? ക്ലൈമറ്റ് കണ്ടീഷന്, അഡ്വർടൈസ്മെൻറ്റ്. അതായത് നമ്മളൊരു മോഡൽ പറയുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും? കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് വെക്കും. അതാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. ഇത് ക്ലാസിക്കൽ മോഡൽ തന്നെയാണ്. അതിൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, എന്നാലും അവർ കെയ്നീഷ്യൻ മോഡലാണ്. നോ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ എന്ന് പറയാനുള്ള കാരണം ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ അവർ ഈ മോഡലിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ മോഡൽ ഫെയിലായി പോകും. ഇതുകൊണ്ട് നമുക്ക് പോളിസി ഇംപ്ലിക്കേഷൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. ഓക്കെ. ഓക്കെ സർ. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ക്ലാസ്. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു ശിവ.